ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് ആയിട്ടുള്ള സൂരജ് സാറാണ്. സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. വെരി ഗുഡ് മോർണിംഗ്. ഏതായാലും നമ്മൾ ഈ ആഴ്ചയിലെ ഒരു അവസാന ട്രേഡിംഗ് ഡേയിലേക്കാണ് കിടക്കുന്നത്. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച ഈദ് പ്രമാണിച്ച് ആഭ്യന്തര വിപണിക്ക് അവധിയായിരിക്കും. അതോടൊപ്പം തന്നെ സർ, നമ്മൾ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് വാർ അനിശ്ചിതാവസ്ഥകളൊക്കെ തന്നെ നിലനിൽക്കുമ്പോഴും ഇനി നമ്മൾ ഒരു പുതിയ സെഷനുമായിട്ട് ഒരു ട്രേഡിങ്ങുമായിട്ട് വരുന്നത് പുതിയൊരു സാമ്പത്തിക വർഷത്തിലായിരിക്കും. ഒരുപാട് എക്സ്പെക്ടേഷൻസ് നിലനിൽക്കുന്നുണ്ട്. ആഗോളതലത്തിൽ കാര്യങ്ങൾ മറിയുമെന്നുള്ള ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. പുതിയൊരു സാമ്പത്തിക വർഷത്തെ സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 1 ഇയറിൽ കൂടെയാണ് നമ്മൾ പാസ് ഓൺ ചെയ്ത് പോയത് അല്ലേ. ഏതാണ്ട് ഒരു 6 മാസം മാർക്കറ്റ് നന്നായിട്ട് നമ്മളെ ബ്ലെസ് ചെയ്യുകയും പിന്നെ ഒരു 6 മാസം ഭയങ്കരമായിട്ട് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുകയും ചെയ്ത ഒരു 2024-2025 ഫിനാൻഷ്യൽ ഇയർ ഇത് ലാസ്റ്റ് ട്രേഡിംഗ് ഡേ നമ്മൾ കാണുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ പുതിയ ഫിനാൻഷ്യൽ ഇയറിലേക്ക് മാറുന്നു. തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്നും ഗ്ലോബൽ ഇക്വിറ്റി മാർക്കറ്റിൽ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി തന്നിട്ടുള്ള മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ് എന്നുള്ള കാര്യം. ആ ഒരു സ്റ്റേറ്റസ് ഒരിക്കലും നഷ്ടപ്പെടാൻ പോകുന്നില്ല. വേൾഡിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി ആയിട്ട് ഇന്ത്യ എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. അതേപോലെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ റിട്ടേൺ തരാൻ പോസിബിലിറ്റിയുള്ള അല്ലെങ്കിൽ പ്രോബബിലിറ്റിയുള്ള മാർക്കറ്റായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റായ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും സെൻസെക്സും BSE സെൻസെക്സും നിലനിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ജാസ്മിൻ, ഇപ്പോൾ നമ്മൾ എല്ലാവരും ശ്രമിക്കുന്ന ഇപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് നമ്മളെല്ലാവരും സംസാരിക്കുന്നത് എന്താ, ഇത് ബോട്ടമായോ, ഇവിടുന്ന് ഇനി കറക്റ്റ് ചെയ്യോ, ഇവിടുന്ന് റീട്രേസ് ചെയ്യോ എന്നൊക്കെ. എപ്പോഴും നമ്മൾ ഇതിനകത്ത് മാർക്കറ്റിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് എടുക്കാൻ. നമ്മളൊരു നെഗറ്റീവ് മാർക്കറ്റിൽ ആലോചിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. ഒരു മണി സേവ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൊസിഷൻസ് ക്യാഷിലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ ഒരു തെറ്റൊന്നുമല്ല. മാർക്കറ്റിൽ നമ്മൾ മുകളിലേക്ക് മാത്രം, അതായത് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് മാത്രമേ നമുക്ക് പ്രോഫിറ്റബിൾ ആവുള്ളൂ എന്നില്ല. മാർക്കറ്റിൻ്റെ സ്വഭാവം തന്നെ അങ്ങനെയാണ്. അതായത് ഇത് കയറ്റവും ഇറക്കവും ഒക്കെ മാർക്കറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കയറ്റത്തിൽ മാക്സിമം പൈസ ഉണ്ടാക്കിയിട്ട് ഇറക്കത്തിൽ മാക്സിമം പൈസ പോവാതിരിക്കാനുള്ള പരിപാടികൾ നോക്കാനാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനത്തെ സ്റ്റോക്കുകളിൽ കയറുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്യാഷിലേക്ക് മാറുക. ഇപ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ മാർക്കറ്റിൽ എല്ലാ സ്റ്റോക്സും കറക്റ്റഡ് അല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബർ 2024 മുതൽ 2025 മാർച്ച് അവസാനിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് 14% കറക്റ്റ് ചെയ്തു, 12% കറക്റ്റ് ചെയ്തു, 10% കറക്റ്റ് ചെയ്തു. മാർക്കറ്റിൽ താഴോട്ട് വരിക എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവായിട്ട് ഇൻവെസ്റ്റേഴ്സ് അതിനെ കണക്കാക്കാൻ പാടില്ല, പ്രേക്ഷകർ അതിനെ കാണാൻ പാടില്ല. ആ സമയത്ത് ഏർണിംഗ് പൊട്ടൻഷ്യലുള്ള കമ്പനിയിലേക്കാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബെനിഫിഷ്യലായിട്ട് വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഞാൻ തന്നെ ഇപ്പോൾ നമ്മുടെ റിസർച്ച് ബുക്കിൽ നമ്മൾ എഴുതി വെക്കുന്നത് വെച്ചാൽ November 4, 2024 550 രൂപയായിരുന്നു ജൂബിലന്റ് ഫുഡ് വർക്ക്സ്. ജൂബിലന്റ് ഫുഡ് വർക്ക്സ് എന്ന് പറയുന്ന കമ്പനി നമുക്കറിയാം ഡൊമിനോസ് പിസ്സയുടെ ഫ്രാഞ്ചൈസി ഹോൾഡറാണ് അവർ. അത് കൂടാതെ പോപ്പൈ എന്ന് പറഞ്ഞ ഫ്രൈഡ് ചിക്കൻ്റെ ഫ്രാഞ്ചൈസി ഉണ്ട്. അതുകൂടെ ഡൺകിൻ ഡോണറ്റ്സ് എന്ന് പറഞ്ഞ ഡോണറ്റ്സ് കൂടെ അവർക്ക് ഒരു ഫ്രാഞ്ചൈസി ആയിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഈ ക്യൂബ് ഡെലിവറി ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു കമ്പനിയാണ് ഡൊമിനോസ് പിസ്സ ജൂബിലന്റ് ഫുഡ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ. അതായത് 1/2 മണിക്കൂറിനുള്ളിൽ പിസ്സ നിങ്ങൾക്ക് ഡെലിവറി ചെയ്തെന്നില്ലെങ്കിൽ ഞങ്ങൾ ആ പിസ്സ ഫ്രീ ആയിട്ട് തരും എന്ന് പറഞ്ഞാണ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2008-2009 കാലഘട്ടത്തിൽ തന്നെ അവർ ഈ സർവീസ് തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാണ് അവർ. അതിനുശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സൊമാറ്റോയും സ്വിഗ്ഗിയൊക്കെ ആ മേഖലയിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ആ ഡൊമിനോസിൻ്റെ ഗ്രോത്ത് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഇന്ത്യയിൽ നന്നായിട്ട് അറിയാം. അവർ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്ത കാലത്ത് ഇന്നലെ വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് അവരുടെ ഔട്ട്ലെറ്റുകൾ, ഈ പിസ്സ ഔട്ട്ലെറ്റുകൾ 2000 നിന്ന് അടുത്ത 3 കൊല്ലം കൊണ്ട് 3000 ഔട്ട്ലെറ്റ് ആയിട്ട് മാറ്റാൻ പോകുന്നു എന്നുള്ള. ഞാൻ ഈ സ്റ്റോക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ബിസിനസ്സിനെ കുറിച്ച് പറയാൻ കാരണം എന്താണെന്നറിയോ, കുറേ നാളായിട്ട് കൺസോൾട്ടേഷൻ മോഡിൽ കിടക്കുമായിരുന്നു എൻ്റെ സ്റ്റോക്ക്. ഏതാണ്ട് 5 November 2024 അതിൻ്റെ വില ഏതാണ്ട് 550 രൂപയാണ്. ഇന്ന് അതിൻ്റെ വില 650 രൂപയെന്നുള്ള. നമ്മൾ മാർക്കറ്റിൽ നിഫ്റ്റി മെയിൻ ലൈൻ ഇൻഡസസിൻ്റെയും അല്ലെങ്കിൽ സെൻസെക്സിൻ്റെ ട്രാജക്ടറി മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെയുള്ള ടെക്നിക്കൽ ലെവൽസ് നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഇത് ബോട്ടമാണോ നോക്കുന്നു, ബോട്ടം അല്ല എന്ന് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ബോട്ടം ആണെന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെ പല പ്രക്രിയയിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനികളെ നമ്മൾ വിട്ടുപോകുന്നു എന്നുള്ളതാണ്. നമ്മൾ എന്തിനാണ് ഈ മാർക്കറ്റ് ട്രെൻഡ് മാത്രം നോക്കിയിരിക്കുന്നത്? ഇപ്പോൾ 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ കയറാൻ നേരത്ത്, നമ്മൾ അത് മുന്നോട്ട് പോകാൻ നേരത്ത് നമ്മുടെ ഡെസ്കിൽ നിന്നും ഇൻവെസ്റ്റേഴ്സ്
ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തും പ്രേക്ഷകരുടെ അടുത്തും നമ്മൾ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും പറയാറുണ്ട്, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ മുഴുവനും അല്ല മേടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ സെൻസെക്സിന്റെ ലെവലുകളോ നിഫ്റ്റിയുടെ ലെവലുകളോ ഓർത്ത് നിങ്ങൾ ഇത്രയും ആശങ്കപ്പെടേണ്ട അല്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യം പോലും ഇല്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് മാർക്കറ്റിനെ കംപ്ലീറ്റ് മേടിക്കുന്നില്ല. നമ്മൾ ആ മാർക്കറ്റിൽ ഏർണിംഗ് പൊട്ടൻഷ്യൽ ഉള്ള, അതായത് ടെക്നിക്കൽ ചാർട്ട് മാത്രം മാറ്റി വെച്ച്, ടെക്നിക്കൽ ചാർട്ടിൽ ചിലപ്പോൾ ബെയറിഷ് ആണെങ്കിൽ എന്താ നമ്മൾ മാർക്കറ്റിൽ കാശ് ഉണ്ടാക്കില്ല എന്നാണോ പറയുന്നത്? അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് മാത്രം സ്റ്റിക്ക് ചെയ്യാതെ ഫണ്ടമെന്റലി ഏർണിംഗ് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനികളും അതിൻ്റെ ഷെയറുകളും കൂടെ നോക്കുക. ഇപ്പോൾ ജൂബിലന്റ് ഫുഡ് വർക്ക്സ് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ എത്രയോ കമ്പനികളുണ്ടെന്ന് അറിയും. ഇപ്പോൾ നമുക്ക് തന്നെ ഇന്ന് ഈ ഷോയിൽ പറയാനായിട്ട് SBI കാർഡ്സ് പറയാനുണ്ട്. ഇതൊക്കെ ഏതാണ്ട് ഒരു 2 മാസം കൊണ്ട് നല്ല ഭേദപ്പെട്ട റിട്ടേൺ നിന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ അത് ഏതാണ്ട് 52 വീക്ക് ഹൈ ആയി. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് 90 സ്റ്റോക്കുകൾ 52 വീക്ക് ഹൈ ഇതിൻ്റെ ഇടയിൽ അറ്റൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പം നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ കയ്യിൽ ഈ സ്റ്റോക്കുകൾ വന്നില്ല? നമ്മൾ കൂടുതൽ സമയങ്ങളും ടെക്നിക്കൽ അനാലിസിസ് മാത്രം ചെയ്ത് നിഫ്റ്റിയുടെ ലെവലുകൾ പഠിച്ച് മാത്രം പോയോ, അല്ലെങ്കിൽ സെൻസെക്സിൻ്റെ ലെവലുകളും ബാങ്ക് നിഫ്റ്റിയുടെ ലെവലുകളും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലെ ട്രേഡ് ഡേറ്റാസും മാത്രം നമ്മൾ ഒതുങ്ങിപ്പോയോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഇനി നമ്മൾ പറയാനുള്ള ഒരു കാര്യവും നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. ടെക്നിക്കൽ അനാലിസിസിന് ടെക്നിക്കൽ അനാലിസിസ് തന്നെ വേണം, അതുപോലെ ഫണ്ടമെന്റൽ അനാലിസിസിന് ഫണ്ടമെന്റൽ അനാലിസിസ് തന്നെ വേണം. ഇത് കൂടാതെ ഒരു മാർക്കറ്റ് ഇൻ്റലിജൻസും വേണം. അതായത് ഈ 3 കാര്യങ്ങളും കൂടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞപ്പോൾ ഉണ്ടത്. നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റേഴ്സിനോട് പറയുന്ന കാര്യം എന്നറിയോ, നിങ്ങളെ സംബന്ധിച്ച് ഈ നിഫ്റ്റിയിൽ 6000, 7000 അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ 6000, 7000 കമ്പനി നിങ്ങൾ മാറ്റിവെക്കുക. പകരം നിങ്ങളുടേതായിട്ടുള്ള ഫണ്ടമെന്റലി സ്ട്രോങ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന, അതിന് ഭാവിയിൽ നന്നായിട്ടൊരു ഏർണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നുന്ന ഒരു 40-50 കമ്പനിയുടെ വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കുക. അത് നിങ്ങൾക്ക് ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്. അതായത് ഇപ്പോൾ ഡെപ്റ്റോ കമ്പനിയുടെ ബാലൻസ് ഷീറ്റുകളെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഒന്നുമല്ല. ഡെപ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള, മാനേജബിൾ ഡെപ്റ്റ് ആണോ എന്നുള്ള അങ്ങനത്തെ കമ്പനികളും ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കമ്പനികളും നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക. അത് നിങ്ങളുടെ ഒരു റഡാറായിട്ട് നിങ്ങൾ സൂക്ഷിക്കുക. അതിൽ മാർക്കറ്റ് ഇൻ്റലിജൻസ് അപ്ലൈ ചെയ്യുക. മാർക്കറ്റ് ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഈ പറയില്ലേ, ഏഷ്യൻ പെയിൻസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ലോവസ്റ്റ് പിയിലാണ് ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏഷ്യൻ പെയിൻസിൻ്റെ ചരിത്രത്തിലെ മാർക്കറ്റ് ക്യാപ് ടു സെയിൽസിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്ന് പറയണം മാർക്കറ്റ് ഇൻ്റലിജൻസ്. നമ്മൾ അത് മനസ്സിലാക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഏഷ്യൻ പെയിൻസ് ആണ് നമ്മുടെ സ്റ്റോക്ക് എന്ന് വിചാരിക്കാം. ഈ ഏഷ്യൻ പെയിൻസ് ഫണ്ടമെന്റലി സ്ട്രോങ് സ്റ്റോക്കാണ്, നമുക്കതിനകത്ത് തർക്കമില്ലല്ലോ. ആ ഏഷ്യൻ പെയിൻസിൻ്റെ നമ്മളൊരു മാർക്കറ്റ് ഇൻ്റലിജൻസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ലോവസ്റ്റ് പിയിലായിരിക്കും ചിലപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ചരിത്രത്തിൽ നിന്ന് വേണ്ട, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു ചിലപ്പോൾ ലാസ്റ്റ് 5 ഇയേഴ്സിൽ ഏറ്റവും ലോവസ്റ്റ് പിയിലായിരിക്കും കോവിഡിന് ശേഷം അത് ട്രേഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ലോവസ്റ്റ് മാർക്കറ്റ് ക്യാപ് ടു സെയിൽസ്. ഇതൊക്കെ ഒരു ഫണ്ടമെന്റൽ ഡേറ്റാസ് ആണ്, പാരാമീറ്റേഴ്സ് ആണ് പറയുന്നത്. അതൊരു മാർക്കറ്റ് ഇൻ്റലിജൻസ് ആയിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ആയിട്ട് നമ്മൾ വയ്ക്കുക. അവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ ടെക്നിക്കൽ ചാർട്ട് എപ്പോഴായിരിക്കും ബുള്ളിഷ് ആവുന്നത്, എവിടെയാണ് അത് ട്രേഡ് എടുക്കാൻ പറ്റുന്നത് നോക്കുക. അങ്ങനെ ഈ 3 സ്ട്രാറ്റജിയും കൂടെ മിങ്കിൾ ചെയ്യുന്ന പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളതാണ് നമുക്ക് വീണ്ടും നമ്മുടെ പ്രേക്ഷകർക്കും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും നമുക്ക് പറയാനുണ്ട്. നിങ്ങൾ ഒരു സ്ട്രാറ്റജി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ഇവിടെ നമ്മുടെ ചോദ്യം ഫണ്ടമെന്റൽ അനാലിസിസ് ആണോ നല്ലത്, ടെക്നിക്കൽ അനാലിസിസ് ആണോ, അല്ലെങ്കിൽ മാർക്കറ്റ് അനാലിസിസ് ആണോ എന്നല്ല. എല്ലാത്തിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. ഒരു പേപ്പറിൽ നിന്ന് നമ്മളൊരു ന്യൂസ് വായിച്ച് ആ ന്യൂസിൽ നിന്നൊരു സ്റ്റോക്ക് ഐഡിയ ജനറേറ്റ് ചെയ്ത് അത് ഫണ്ടമെന്റലി സ്ട്രോങ് ആണോ എന്ന് മനസ്സിലാക്കി അതിൻ്റെ മാർക്കറ്റ് ഇൻഫ്ലുവൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെച്ചിട്ട് അതിൻ്റെ ടെക്നിക്കൽ ചാർട്ട് നോക്കിയിട്ട് എവിടെ മേടിക്കാൻ പറ്റും എന്നുള്ളതായിരിക്കണം നല്ല സ്ട്രാറ്റജി ആയിട്ട് നോക്കേണ്ടത്. അത് മാത്രമല്ല, തീർച്ചയായിട്ടും നിങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ ഈ സ്റ്റോക്കുകൾ ഈ 52 വീക്ക് ഹൈയിൽ പോയ സ്റ്റോക്ക്, അല്ലെങ്കിൽ 52 വീക്ക് ഹൈയിൽ നിന്ന് 50% താഴെ പോയി, അത് കാരണം ഇത് ചീപ്പായി എന്നുള്ള ഒരു ധാരണയിൽ നിങ്ങൾ പോവരുത്. എന്തുകൊണ്ട് അത് 52 വീക്ക് ഹൈയിൽ നിന്ന് താഴേക്ക് പോയി എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. സാധാരണ ഈ സമയത്ത് ആൾക്കാർക്ക് പറ്റണ തെറ്റതാണ്. അതായത് അവർ നോക്കുന്നത് എപ്പോഴും ഫിഗേഴ്സ് മാത്രമേ നോക്കുള്ളൂ. 100 രൂപയുടെ സ്റ്റോക്ക് 50 രൂപയായി, ഇനി 50ൽ നിന്ന് 100 പോയില്ലെങ്കിലും കുഴപ്പമില്ല, 75 രൂപ പോയാലും ഞാൻ ഏതാണ്ട് 50% റിട്ടേൺ ഉണ്ടാക്കി എന്നുള്ള രീതിയിലേക്കാണ്. അങ്ങനത്തെ രീതിയിലുള്ള അനാലിസിസ് ദൈവത്തെ ഓർത്ത് ഒഴിവാക്കുക. ഇതിപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നും തെറ്റുപറ്റുന്നുണ്ട് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ. ആരും പെർഫെക്റ്റ് അല്ല. ഞങ്ങളിത് പറയുന്നത് ഞങ്ങളുടെ അനുഭവം കൊണ്ടും ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളും മറ്റുള്ള എക്സ്പേർട്സ് ആയിട്ട് സംസാരിക്കുമ്പോഴും നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ഓൺ ചെയ്യണമെന്ന് മാത്രം. 52 വീക്ക് ഹൈ 52 വീക്ക് ലോ കൊണ്ട് മാത്രം നിങ്ങളൊരു സ്റ്റോക്ക് ഐഡിയ ആയിട്ട് മുന്നോട്ട് പോകരുത്. വരും ഫിനാൻഷ്യൽ ഇയറിൽ ഇതേപോലെ നമ്മൾ പറഞ്ഞ രീതിയിൽ അത് പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല. ബട്ട് ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടേതായ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി വളരെ ഡിസിപ്ലിൻഡോടുകൂടി തന്നെ ഒരു കൺവിക്ഷനോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. ഇന്ത്യൻ എക്കണോമി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസിൽ തന്നെയാണ്. ഒരു പ്രോബ്ലം അവിടെയില്ല. കമ്പനീസ് വളരെ എക്യുപ്ഡ് ആണ്. പക്ഷേ നിങ്ങളുടെ കഴിഞ്ഞ കൊല്ലത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്പനി ആയിരിക്കണം ഇനി അവിടെ നിന്ന് അങ്ങോട്ടും മുന്നോട്ടും ഇനി റിട്ടേൺ തരാൻ പോകണമെന്നുള്ള
ഒരു വാശിയിലോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻസിലോ മാത്രം നിങ്ങൾ മുന്നോട്ട് പോകരുത്. ഒരു അജിലിറ്റിയോടെ, ഒരു ഫ്ലെക്സിബിലിറ്റിയോടെ, ഒരു ഓപ്പൺ മൈൻഡോടുകൂടി, കണ്ണ് തുറന്ന് ചെവി തുറന്ന് വായ അടച്ചു വെച്ച്, ചിലപ്പോൾ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി വരുന്നത് വേറൊരു സെക്ടറിലായിരിക്കാം, വേറൊരു സ്റ്റോക്സിലായിരിക്കും. അതുകൊണ്ട് ഫേവറേറ്റിസം മാറ്റിവെച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റാഷണലായിട്ട് തിങ്ക് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് തരാനുള്ള ന്യൂ ഇയറിന് വേണ്ടിയിട്ട്, അതായത് ന്യൂ ഫിനാൻഷ്യൽ ഇയറിന് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ്. സാറ് പറഞ്ഞത് തീർച്ചയായിട്ടും വളരെ ശരിയാണ്. കാരണം മാർക്കറ്റ് കറക്റ്റ് ചെയ്തിരുന്ന സമയത്ത് എല്ലാ സെക്ടറുകളിലും സകല സ്റ്റോക്കുകളിലും വലിയൊരു വീഴ്ച പറ്റി എന്ന് നമ്മളുള്ള ഒരു അനുമാനത്തിലേക്ക് എത്തരുത്. കാരണം അത്തരത്തിൽ റിട്ടേൺ നൽകിയിട്ടുള്ള സ്റ്റോക്കുകൾ കൂടി ഒരുപാടുണ്ട്. ആ ഗണത്തിലേക്ക് വരുന്നതാണ് ഇപ്പോൾ സാറ് സൂചിപ്പിച്ചതുപോലെയുള്ള SBI കാർഡ്, അതോടൊപ്പം തന്നെ UPL ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് കൂടി. UPL സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇയർ ടു ടിൽ ഡേറ്റിൽ 29% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു സാമ്പത്തിക വർഷത്തിൽ, പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് സ്പെഷ്യാലിറ്റി കെമിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു റിക്കവറി മോഡിലേക്ക് വരാനുള്ള ഒരു സാധ്യത കൂടിയാണ് പല ബ്രോക്കറേജുകളും അനലിസ്റ്റുകളും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. സോ ഇങ്ങനെയുള്ള സ്റ്റോക്ക് പിക്സുകൾ കൂടി ഒന്ന് അനലൈസ് ചെയ്ത് അവയുടെ ഒരു ഫണ്ടമെന്റലി ടെക്നിക്കലി അതോടൊപ്പം തന്നെ ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു ഇൻഫർമേഷൻ മാത്രമാണ് പാസ് ചെയ്യാനുള്ളത്. ഏതായാലും സാർ ഇന്ന് മാർക്കറ്റിന്റെ ഒരു ടെക്നിക്കൽ അനാലിസിസുമായിട്ട് ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്ന് ആനന്ദ് ചേരുകയാണ്. ആനന്ദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. ഏതായാലും ഇന്ന് മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് തുടക്കഘട്ടത്തിൽ നമുക്ക് ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ 80ഓളം പോയിന്റുകളുടെ ഒരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. 23,500 എന്നുള്ള ഒരു നില മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ആ ഒരു ഇടിവിലാണ് ഇന്ന് വിപണി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെയാണ് ഇന്ന് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും നൽകാനുള്ള ഒരു ലെവൽസ്? ജാസ്മിൻ, നിഫ്റ്റി നിലവിൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓപ്പൺ ടെസ്റ്റ് ചാർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ബെയറിഷ് സെൻറ്റിമെൻ്റ് ആണ് കാണുന്നത്. അതായത് ഒരു ഹ്യൂജ് ബെയറിഷ് സെൻറ്റിമെൻ്റ് അല്ല, ഒരു മൈനർ ബെയറിഷ് സെൻറ്റിമെൻറ്റ്. നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു അത്രത്തോളം സ്ട്രെച്ച്ഡായി നിൽക്കുന്ന ഒരു മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വേണം, പ്രോഫിറ്റ് ബുക്കിങ്ങും വേണം. പക്ഷേ ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാരണം മാർക്കറ്റിൻ്റെ നിലവിലത്തെ ആ ഒരു ബുള്ളിഷ്നെസ് പോകാനും പാടില്ല. സോ അങ്ങനത്തെ ആ രീതിക്കുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് മാർക്കറ്റിൽ വേണ്ടത്. നമുക്ക് വീണ്ടും നല്ലൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ട്രെൻഡ് നമുക്ക് മാർക്കറ്റിൽ കിട്ടണമെങ്കിൽ. സോ അങ്ങനെ കിട്ടണമെങ്കിൽ നിലവിൽ നമുക്ക് ഒരു ബെയറിഷ് ടു സൈഡ് വേസ് മൂവ്മെൻറ്റ് അത് അത്യാവശ്യം തന്നെയാണ്. അതായത് മാർക്കറ്റ് ഒരിക്കലും, ഞാൻ മോസ്റ്റ്ലി പറയുന്നൊരു വേർഡാണ്, അത് മാർക്കറ്റ് ഒരിക്കലും ഒരു സ്ട്രേറ്റ് ലൈനിൽ മൂവ് ചെയ്യില്ല. മാർക്കറ്റ് മോസ്റ്റ്ലി ടേക്ക് പുൾ ബാക്ക് എടുത്തുകൾ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. സോ നമുക്കൊരു ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസ്, അല്ലെങ്കിൽ മാർക്കറ്റ് നല്ല ഗ്യാപ്പ് അപ്പിൽ സ്റ്റാർട്ട് ചെയ്തു, വീണ്ടും സെൽ ഓഫ് നടന്നു, വീണ്ടും ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത്, വീണ്ടും ഒരു സെൽ ഓഫ് നടന്നു. അത് മാർക്കറ്റിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല പോസിറ്റീവ് സൈനാണ് അത് കാണിക്കുന്നത്. ആൻഡ് നിലവിൽ നമ്മൾ OI റേറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം ഒരു വളരെ ഹൈ ആയിട്ടുള്ള ഒരു പുട്ട് റേറ്റിംഗ് ഉള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 23,500 ആണ്. ആൻഡ് ഒരു നല്ല കോൾ റേറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് 23,600 ആണ്. സോ നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഫ്രൈഡേ ആണ്. അപ്പം നമുക്കിന്ന് ഒരു വളരെ വോളട്ടൈൽ ആൻഡ് ഒരു അധികം വോളട്ടൈൽ എന്ന് പറയില്ല, ഒരു ഏകദേശം ഒരു 100-150 പോയിന്റ്സിൻ്റെ ആ ഒരു റേഞ്ച് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 500-നും 600-നും ഇടയിലായിരിക്കാം മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളത്. സോ നിലവിൽ നിഫ്റ്റിയുടെ ഒരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ, നിഫ്റ്റിയുടെ ലെവൽസ് നോക്കുകയാണെങ്കിൽ നിലവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് 23,405 ആൻഡ് 431 എന്ന് പറയുന്ന ലെവലാണ്. അത് പ്രീവിയസ്ലി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തൊരു ഗ്യാപ്പാണത്. അത് ഇന്നലെ, അതായത് തേഴ്സ്ഡേ ആ ഒരു ഗ്യാപ്പിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് അത്രത്തോളം നമ്മൾ ആ ഒരു ബൈയിങ് പെർസെൻറ്റേജ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.45%, 100 പോയിൻറ്റ് ബൈയിങ് ആ ഒരു ഏരിയയിൽ നിന്ന് വളരെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. സോ മാർക്കറ്റ് വീണ്ടും അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോണാണ് 23,400, 431 എന്ന് പറയുന്നത്. സോ അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു സപ്പോർട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു 23,100 എന്ന് പറയുന്ന ഒരു റേഞ്ചാണ്. ആൻഡ് അപ്സൈഡിലേക്ക് നോക്കുകയാണ്, ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ആ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് സ്റ്റിൽ അവിടെ മെയിൻറ്റെയിനിങ് ആണ്. അതായത് 23,774-ൻ്റെയും 809-ൻ്റെയും ഏകദേശം ആ ഒരു 30 പോയിന്റ്സിൻ്റെ ആ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സ്റ്റിൽ അവിടെ മെയിൻറ്റെയിൻഡ് ആണ്. സോ മാർക്കറ്റിൽ നമുക്ക് ഇനി ഒരു ബുള്ളിഷ്നസ് കാണണമെങ്കിൽ നമുക്ക് ഒരു അത്യാവശ്യം ഒരു എന്ത് പറയുന്നത് ഒരു ബൈയിങ്, ഒരു നോർമൽ ബൈയിങ് അല്ല, ഒരു ഇറഗുലർ ബൈയിങ് നമുക്ക് വേണം. അതായത് നിലവിൽ മാർക്കറ്റ് ആ ഒരു റെസിസ്റ്റൻസിൻ്റെ ഏകദേശം നോക്കുകയാണെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസിൻ്റെ ഏകദേശം ഒരു 1.5% താഴെയാണ് നിലവിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കൊരു വിത്തിൻ ഒരു 2-3 ഡേയ്സ് നമുക്ക് ഏകദേശം ഒരു 2% അല്ലെങ്കിൽ 2.5% മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു വളരെ നല്ലൊരു പോസിറ്റീവ് ട്രെൻഡ് നമുക്ക് നിഫ്റ്റിയിൽ വീണ്ടും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്.
യെസ് ആനന്ദ്, അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് 52,000 ലെവലിലേക്കും പിന്നീട് അവിടെ നിന്ന് 52,250 ലെവലിലേക്കും ഒക്കെ തന്നെ ഉയരണമെങ്കിൽ 51,500 എന്നുള്ള ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ലെവലിന് മുകളിൽ പിടിച്ചു നിൽക്കേണ്ടതുണ്ട്. അങ്ങനെ തന്നെയാണ് പ്രധാനപ്പെട്ട ലെവൽസും ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ലെവലുകളൊക്കെ തന്നെ അനുമാനത്തിലേക്ക് എത്തുന്നത്. നിലവിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ട്രെൻഡാണ്, നമുക്ക് നിഫ്റ്റിക്ക് സമാനമായിട്ടുള്ള ഒരു ട്രെൻഡാണ് കാണാൻ സാധിക്കുന്നത്. 51,469 ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് ഹൈ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 51,812 വരെ പോയിട്ടുമുണ്ട്. നിലവിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലെ ഒരു പോസിബിലിറ്റീസ് എങ്ങനെയാണ്? നിഫ്റ്റിയിൽ ഏകദേശം ആ ഒരു പ്രീവിയസ് ഡേയുടെ ആ ഒരു ബൈ നടന്നേക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോണിൽ നിന്ന്, അതായത് ഇമ്പോർട്ടൻ്റ് സോൺ ഇൻ ദ സെൻസ് ആ ഒരു സോൺ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് വീണ്ടും നല്ലൊരു ഫോൾ നമുക്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യായിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ ആ ഒരു സ്ട്രക്ചർ തികച്ചും വ്യത്യസ്തമാണ്. അതായത് ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു ബൈയിങ് ഇതുവരെ നടന്നിട്ടില്ല. അതായത് ആ ഒരു മൈനർ ഗ്യാപ്പ് ബാങ്ക് നിഫ്റ്റി ഇതുവരെ ഫില്ല് ചെയ്തിട്ടില്ല നിലവിൽ. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നിലവിൽ ബാങ്ക് നിഫ്റ്റി നിലവിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 51,969 to 73. അതായത് നിലവിൽ ട്രേഡ് ചെയ്യുന്ന ആ ഒരു ലെവലിനേക്കാളും ഏകദേശം ഒരു പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1% മുകളിലാണ് നിലവിൽ ബാങ്ക് നിഫ്റ്റി ഉള്ളത്. നിഫ്റ്റി നോക്കുമ്പോൾ 1.5 ആയിരുന്നു, ബാങ്ക് നിഫ്റ്റി ഏകദേശം അത് 1% ആ ഒരു ഏരിയയിലാണ്. ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് റെസിസ്റ്റൻസും ഇപ്പം നിലവിൽ ട്രേഡ് ചെയ്യുന്ന ആ ഒരു ലെവലും തമ്മിൽ. സോ ബാങ്ക് നിഫ്റ്റിയെ പറ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നിലവിൽ ബട്ട് സ്റ്റിൽ നമ്മൾ നിഫ്റ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ നിന്നാണ് നിഫ്റ്റിയിൽ ബൈ നടന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ഏകദേശം 0.23 എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ നിന്നാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അത്യാവശ്യം ഒരു സ്ട്രോങ് രീതി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 0.72% ആ ഒരു ബൈയിങ് ഇന്നലെ ബാങ്ക് നിഫ്റ്റി നടന്നിട്ടുള്ളത്. സോ ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റി ഏകദേശം ഒരു സെയിം ക്യാരക്ടറാണ് നിലവിൽ കാണിക്കുന്നത്. കുറച്ചും കൂടി ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യണം, കുറച്ചും കൂടി ഒരു അഗ്രസീവ് മൂവ്മെൻറ്റം എടുത്ത് ബാങ്ക് നിഫ്റ്റിയും ബ്രേക്ക് ചെയ്യണം. സോ നിലവിലൊരു ഇമ്പോർട്ടൻറ്റ് ലെവൽസ് പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു മേജർ റെസൻസ് തന്നെയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ. അറൗണ്ട് ആ ഒരു 52,000 ആ ഒരു റേഞ്ച് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസൻസ് ആണ്. ആൻഡ് സപ്പോർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ നിലവിൽ 50,801 ആൻഡ് 50,672 ആ ഏകദേശം ഏകദേശം നോക്കുകയാണെങ്കിൽ 170-180 പോയിന്റ്സിൻ്റെ ആ ഒരു റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. ആൻഡ് നെക്സ്റ്റ് ഒരു സപ്പോർട്ടായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ലെവൽ എന്ന് പറയുന്നത് ഏകദേശം 49,900 എന്ന് പറയുന്ന ലെവലാണ്. അവിടെ ആ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബുള്ളിഷ് ട്രെൻഡ് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഗെയിനിൻ്റെ പെർസെൻറ്റേജ് കൊണ്ട് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 8.68% ആ ഒരു ഗെയിൻ ഏകദേശം ആ ഒരു ബുള്ളിഷ് ട്രെൻഡിൽ നിന്ന് ഒരു ബെയറിഷിലേക്ക് മാറാം എന്ന് നമുക്ക് ഏകദേശം ഈ ഒരു ലെവൽ 49,891 എന്ന് പറയുന്ന ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യും. അവിടെ തന്നെ ഒരു മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലുണ്ട്, പ്ലസ് ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റിൻ്റെ 0.5 എന്ന് പറയുന്ന ഒരു റേഞ്ച് ആ ഒരു ലെവലിലുമാണ് ജാസ്മിൻ. സാനന്ദ്, അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ നിഫ്റ്റി 50യിൽ ഒരു ടോപ്പ് ഗെയിനർ ആയിട്ടുള്ള സ്റ്റോക്ക് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ലൈറ്റ്ലി ബെയറിഷ് ആയിട്ടുള്ള മാർക്കറ്റിലും ഔട്ട് പെർഫോമൻസ് നടത്തുന്നത് ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റിന്റെ സ്റ്റോക്കാണ്. 4% മുകളിലുള്ള ഒരു നേട്ടം ഓൾറെഡി സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഇയർ ടു ടിൽ ഡേറ്റ് പെർഫോമൻസ് പരിശോധിക്കുമ്പോഴും പല സ്റ്റോക്കുകൾ വീണപ്പോഴും ഇയർ ടു ടിൽ ഡേറ്റിൽ 10% കൂടുതലുള്ള ഒരു മൂവ്മെന്റ് നൽകിയിട്ടുള്ള ഒരു FMCG സ്റ്റോക്ക് കൂടിയാണ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നിലവിൽ ഈ ഒരു സ്റ്റോക്കിന്റെ അണ്ടർടോൺ എങ്ങനെയാണുള്ളത്? ജാസ്മിൻ, ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം അതായത് ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു വളരെ ഷാർപ്പ് ഫോളാണ് കഴിഞ്ഞ ഒരു ഡിസംബർ വരെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 30% ഫോൾ, എന്നിട്ടൊരു മൈനർ റിക്കവറി നടത്തി വീണ്ടും ആ ഒരു റിക്കവറിക്കുള്ള ഒരു തുടക്കമാണ് നമുക്ക് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് കാണാൻ കഴിയുന്നത്. ആൻഡ് ഓൾസോ നോക്കുകയാണെങ്കിൽ ആ ഒരു റിക്കവറി നടന്നേക്കുന്ന ആ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്യൂർലി ഒരു വളരെ ക്ലീൻ സ്ട്രക്ചറിൽ നിന്നാണ് ആ ഒരു റിക്കവറി നടന്നേക്കുന്നത്, ആ ഒരു ബൈയിങ് നടന്നേക്കുന്നത്. അത് വളരെ നല്ല ബിൽഡപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് എന്നിട്ടാണ് ആ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് നമുക്ക് കാണാൻ സാധിച്ചത്. സോ നിലവിലത്തെ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നിലവിൽ 1052, 1052 ആൻഡ് 1056 ആ ഒരു 4 rupeesൻ്റെ ആ ഒരു റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ്. ആൻഡ് ഒരു സപ്പോർട്ട് ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 930 to 936 ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് സോണാണ്. അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു സപ്പോർട്ട് ലെവൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് 883 ആൻഡ് 889 ആ ഒരു 6 rupeesൻ്റെ ആ ഒരു റേഞ്ചാണ്.
ആൻഡ് ഇപ്പോൾ നിലവിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഓവറോൾ ട്രെൻഡ് എന്ന് പറയുന്നത് വളരെ 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 ക്ലീൻ ട്രെൻഡാണ്, വളരെ നല്ല ബുള്ളിഷ് ട്രെൻഡാണ്. ആ ഒരു ട്രെൻഡിന് ഷിഫ്റ്റ് വന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് പറയുന്നത് 645 to 678 ആ ഒരു ലെവലാണ്. ബിക്കോസ് അത് മെൻഷൻ ചെയ്യാൻ കാര്യം നിലവിൽ ഏകദേശം ആ ഒരു ലെവലിൽ നിന്ന് ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു 30-35% ഒരു ഗ്യാപ്പ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇത്ര നല്ലൊരു ക്ലീൻ കമ്പനി, ഇൻവെസ്റ്റേഴ്സ് ആൾക്കാർ നല്ല രീതിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയും കൂടിയാണ്. സോ അവിടെ ആ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് നടക്കാൻ സാധ്യതയുള്ളത് ഈ ഒരു 645 to 678 എന്ന് പറയുന്ന ലെവലിൻ്റെ താഴേക്ക് പോകുകയാണെങ്കിൽ ആ ഒരു സ്ട്രക്ചറൽ ഷിഫ്റ്റ് നമുക്കവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ മേജർ ലെവൽസ് ഒന്നും റിപ്പീറ്റ് ചെയ്യാം, 1052 to 1056 ആ ഒരു 4 rupeesൻ്റെ റേഞ്ചാണ്. ആൻഡ് നെക്സ്റ്റ് സപ്പോർട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നത് 930 to 936. അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 883 to 889. യെസ്, ക്ലിയർ ആണ് ആനന്ദ്. ഏതായാലും സർ, നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിച്ചു. നമ്മുടെ ഈ ഷോയുടെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഈ ടെക്നിക്കൽ ലെവൽസും സ്റ്റോക്കുകൾക്ക് അപ്പുറത്തേക്ക് കുറച്ച് ഡീറ്റെയിൽസ് കൂടി നമ്മുടെ ഈ ഒരു പ്രേക്ഷകർക്ക് നൽകാറുണ്ട്. അത്തരത്തിൽ സാറിന്റെ കയ്യിൽ ഇന്നും കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്, നമുക്ക് അതിലേക്ക് തന്നെ കിടക്കാം. ജാസ്മിൻ, അതിനു മുമ്പേ നമ്മുടെ അഗെയിൻ റിസർച്ച് ഡെസ്കിൽ നിന്ന് കേദാർ പ്രഭു നമുക്കൊരു ഫീഡ് തന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകം എന്നറിയോ, അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ഇപ്പോൾ ന്യൂ ഫിനാൻഷ്യൽ ഇയറിൽ കയറുകയാണല്ലോ. അപ്പം നമ്മളൊരു ഇൻവെസ്റ്റർ എങ്ങനെയാണ് പൊസിഷൻ ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്രിഫേസ് നമ്മൾ കൊടുത്തു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് കേദാർ നമുക്കൊരു ഇൻഫർമേഷൻ തന്നത്. കാര്യം അതിൽ പറയുന്ന കാര്യം വെച്ചാൽ നമ്മൾ ഇന്ന് മുതലാണ് സാധാരണ നമ്മൾ പറഞ്ഞത് നിഫ്റ്റിയിലെ പുതിയ ഇൻക്ലൂഷൻസ് ഏതാ, നമ്മുടെ ജിയോ ഫിനാൻഷ്യൽ സർവീസസും സൊമാറ്റോയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ നിഫ്റ്റി ഇൻക്ലൂഷൻ വരുന്നതിൻ്റെ മാനദണ്ഡം എന്താ, നിഫ്റ്റി ഇൻക്ലൂഷൻ വരുമ്പോൾ സാധാരണ ഗ്ലോബൽ അലോക്കേഷൻ ഫണ്ട്സ് ഒക്കെ ഈ ഇൻക്ലൂഡ് ചെയ്ത സ്റ്റോക്കിന്റെ കൂടുതൽ ബൈ ചെയ്യണം, അല്ലെ? എക്സ്ക്ലൂഡ് ചെയ്ത സ്റ്റോക്സുകൾ കൂടുതൽ സെല് ചെയ്യണം. കാര്യം അതാണല്ലോ കാര്യം. ഇപ്പം നമ്മളൊരു നിഫ്റ്റി ഇൻഡെക്സിന്റെ സ്റ്റോക്കുകളാണ് നമ്മുടെ ഫണ്ടിൽ മേടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫണ്ടിലുള്ള ആ നിഫ്റ്റി 50-ലെ സ്റ്റോക്കുകൾ ഉൾപ്പെടുന്ന ആ ഫണ്ടിൽ നിന്നും നമ്മുടെ BPCL-ഉം അല്ലെങ്കിൽ എന്താ പറയുക ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസും പുറത്തോട്ട് പോവുകയാണെങ്കിൽ അത് നമ്മൾ സെല്ല് ചെയ്താണ് നമ്മൾ പുറത്തോട്ട് മാറ്റുന്നത്, നമ്മുടെ ആ ഫണ്ടിൽ നിന്ന് പുറത്തോട്ട് മാറ്റുന്നത്. ഇൻക്ലൂഡ് ചെയ്ത സ്റ്റോക്കുകളെ നമ്മൾ ബൈ ചെയ്യുന്നു. അതെ, അതിൽ എത്രയോ കോടി രൂപയ്ക്ക് ബൈയിങ് സൊമാറ്റോയിലും ജിയോ ഫിനാൻഷ്യൽസിനും നടക്കണം. ദാറ്റ് ഈസ് പോസിറ്റീവ് എന്നുള്ള രീതിയിലാണല്ലോ നമ്മളിപ്പോൾ ഇതുവരെ സംസാരിച്ചത്. എന്നും മാർക്കറ്റിൽ വാല്യുവേഷന് വളരെ വലിയ ഇമ്പോർട്ടൻസ് സ്ഥാനമുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്നറിയോ, ഇന്ന് ആ എക്സ്ക്ലൂഡ് ചെയ്ത 2 സ്റ്റോക്കാണ് പോസിറ്റീവ്. അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ടാറ്റ കൺസ്യൂമർ ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മുടെ ആനന്ദ് നല്ലൊരു അതിൻ്റെ ഒരു ട്രേഡ് സെറ്റപ്പും പറഞ്ഞു, ജാസ്മിൻ അത് നല്ലതായിട്ട് ചോദിക്കുകയും ചെയ്തു. ടാറ്റ കൺസ്യൂമർ കഴിഞ്ഞ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ കയറിയിരിക്കുന്നത് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ആണ്. ഏതാണ്ട് 3% വരെ അപ്പാണ്. ഒരിടയ്ക്ക് 3.5% വരെ അപ്പ് പോരുന്നു എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. അത് കഴിഞ്ഞോ ഭാരത് പെട്രോളിയം വീണ്ടും 3% അടുപ്പിച്ച് പോയ സ്റ്റോക്കാണ്. മാർക്കറ്റിൽ ഇതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന ന്യൂസ് കൊണ്ട് മാത്രം ഒരു സ്റ്റോക്ക്, അതായത് നമ്മളിപ്പോൾ സാധാരണ നമ്മൾ 10-25 കൊല്ലമായിട്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരൊക്കെ പറയുന്നില്ല, സ്റ്റോറി സ്റ്റോക്സ്, നരേറ്റീവ് സ്റ്റോക്സ്. അതായത് നമ്മൾ ഓരോ കഥ ഉണ്ടാക്കി നമ്മൾ തന്നെ അതിന് വലിയൊരു ആളാണ്, വലിയൊരു സ്റ്റോക്കാണെന്നുള്ള ഒരു കഥാപാത്രമായി അതിനെ ചിത്രീകരിക്കും. അതിൻ്റെ ഇടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളോ അല്ലെങ്കിൽ വളരെ നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ട് പൊസിഷൻ ചെയ്ത സ്റ്റോക്സോ നമ്മൾ മിസ് ചെയ്തു പോകും. അതാണ് അതിനകത്തുള്ള രസം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മെയിൻ ഹെഡ്ലൈൻസിൽ വീഴാതെ മാർക്കറ്റിൽ കുറച്ചുകൂടി ഒരു സീരിയസ് ആയിട്ട് നമ്മളൊന്ന് അപ്രോച്ച് ചെയ്യേണ്ട കാലമായിരിക്കുന്നു എന്നുള്ള കാര്യം. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു വലിയൊരു ബുൾ മാർക്കറ്റ് കഴിഞ്ഞ് മാർക്കറ്റ് ഒന്ന് ഇരുന്ന് അത് നല്ലൊരു ഭേദപ്പെട്ട കറക്ഷൻ ഇന്ത്യയിൽ നടന്നു എന്ന് വേണം പറയാം. അത് കഴിഞ്ഞ് ഇവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിഫ്റ്റി ഏത് ലെവലിൽ പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും കാശ് തരൂല. നമ്മൾ ഇവിടെ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. അതായത് ഒരു അസ്ട്രോളജറെ പോലെ, അതായത് നിഫ്റ്റി ഹൈ കടക്കുമോ, അതായത് ഹൈ ബ്രേക്ക് ചെയ്ത് പോവോ, 26,000 കട്ട് ചെയ്ത് പോവോ, ഇതിലൊന്നും നമുക്ക് പൈസ കിട്ടാൻ പോണില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ മേടിച്ച് അതിൽ ലോങ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മോശം കമ്പനികൾ മേടിച്ചിട്ട് അതിൽ ഷോർട്ടായ സ്ട്രാറ്റജി എടുത്തിട്ട് മാത്രമേ നമുക്കതിൽ കാശ് കിട്ടുള്ളൂ. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യത്തിന് നമ്മൾ എനർജിയും ടൈമും കളയാതിരിക്കുക. നമ്മൾ കുറച്ചുകൂടെ ഗ്രാനുലറായിട്ട് നോക്കുക. ഇനി അങ്ങോട്ട് മാർക്കറ്റിൽ പോകുമ്പോൾ ഇത്രയും നാളെന്ന് പറയുന്നത് അതായത് ഒരു ഗഷ് ഓഫ് ലിക്വിഡിറ്റി മാർക്കറ്റിലേക്ക് വന്നു. അത് ഒരുപാട് സ്റ്റോക്സിനെ കയറ്റി. IPO ഒക്കെ വന്ന് ഓരോരുത്തരും ഒരു നെഗറ്റീവ് സൃഷ്ടിച്ച് നമ്മൾ ഈ മൂവിക്ക് ഹൈപ്പ് ഉണ്ടാക്കുന്ന പറയില്ലേ, അതേപോലെ സ്റ്റോക്കുകൾക്ക് ഹൈപ്പ് ഉണ്ടാക്കി പല പ്രൊമോട്ടറും അത് സെല്ല് ചെയ്തു. ഇനി ഇതൊക്കെ കയറണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാധാരണ നമ്മൾ ജനറലി ഒരു വർത്തമാനം പറയും, അത് എപ്പോഴും ശരിയാവണമെന്നില്ല. ദ ലീഡേഴ്സ് ഓഫ് ദ ലാസ്റ്റ് ബുൾ മാർക്കറ്റ് മേ നോട്ട് ലീഡ് ഇൻ ദ ന്യൂ ബുൾ മാർക്കറ്റ് എന്ന്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ച്, ഇതാണ് ഒരു മാർക്കറ്റ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇതൊരു ബാക്ക്ഗ്രൗണ്ടിലേ വെക്കാവൂ, ഇതൊരു സത്യമാവണം നിർബന്ധമില്ല. സാധാരണ കാലഘട്ടങ്ങളിൽ നടക്കാവുന്ന ഒരു പ്രക്രിയയെക്കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞു തന്നത്. അപ്പോൾ ഇതൊന്ന് മുഖവരയായിട്ട് പറഞ്ഞു വെക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ജാസ്മിൻ ചോദിച്ച പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്, ഓഫ് കോഴ്സ് ഭാരതി എയർടെൽ. ഞാൻ ഈ സ്റ്റോക്ക്
പറയാൻ കാര്യം, അല്ലെങ്കിൽ ഈ ഭാരതി എയർടെൽ ഞാൻ മെൻഷൻ ചെയ്യാൻ കാര്യം വെച്ചാൽ നമുക്ക് നമ്മുടെ ലൈവ് അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് ആനന്ദിൻ്റെ അടുത്ത് വീണ്ടും പോകേണ്ടി വരും. കാര്യം ഭാരതി എയർടെലിൻ്റെ ചാർട്ട് ഒന്ന് നോക്കണം. ഉള്ള ചാർട്ടുകളിൽ കുറച്ച് പോസിറ്റീവ് ട്രെൻഡ് കാണിക്കുന്ന ചാർട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആനന്ദ് നമ്മുടെ റിസർച്ച് ഡെസ്കിൽ നിന്ന് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് ശരിയല്ല. ആനന്ദാണ് എക്യുപ്ഡ് കുറച്ചുകൂടി അതിനെ പറയാനുണ്ട്. ഈ ഭാരതി എയർടെൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് പല ഷോകളിലും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ഇന്റർനെറ്റ് ട്രാഫിക് കൺട്രോൾ ചെയ്യണ കൂടുതലും അണ്ടർ സീ ഓപ്റ്റിക് ഫൈബർ കേബിളിൽ കൂടിയാണ്. സാറ്റലൈറ്റിൽ കൂടെ അല്ലെങ്കിൽ മറ്റുള്ള മാർഗ്ഗങ്ങളിൽ കൂടെയുള്ളതൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഇന്റർലിങ്ക് മറ്റേ സ്റ്റാർലിങ്കിന്റെ കാര്യം സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ അണ്ടർ സീ കേബിൾസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ 99% ഇന്റർനെറ്റ് ഹാൻഡിൽ ചെയ്യണേ, ഇന്റർനെറ്റ് ട്രാഫിക്കും. അപ്പൊ കൺട്രി ടു കൺട്രി അണ്ടർ സീ കേബിൾസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ അടുത്ത കാലത്ത് ഭാരതി എയർടെൽ ഒരു ഒരു പുതിയ ഒരു കേബിൾ നമ്മുടെ ബോംബെയിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് ആഫ്രിക്കൻ നേഷൻസും യൂറോപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കേബിളാണ്. അത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 45,000 കിലോമീറ്റർ, അതായത് വൺ ഓഫ് ദ ലാർജസ്റ്റ് കേബിൾ ലേയിങ് ആണ്. അതായത് ആ ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നും യൂറോപ്യൻ കൺട്രീസിൽ നിന്നും ഇന്ത്യയിലേക്ക് വെള്ളത്തിൻ്റെ അണ്ടർ സീയിൽ കൂടി കേബിൾസ്, അത് ഈ കപ്പലിൽ ഷിപ്സിൽ പോയിട്ടാണ് അത് ഇട്ടിട്ട് പോകുന്നത്. അത് വെള്ളത്തിൻ്റെ, അതായത് ഓഷ്യൻ്റെ ബെഡിലാണ്, സീയുടെ ബെഡിലായിരിക്കും അത് കിടക്കുക. അതിൻ്റെ ഒരു എൻട്രി പോയിന്റ് ഇപ്പോൾ അതെ ഇവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ ഏതാണ്ട് ബോംബെയിൽ വന്നിട്ടുണ്ടെന്നുള്ള. അത് ബോംബെയിൽ വന്നതെന്നല്ല, ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് സീ കേബിൾസ് വന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ കൊച്ചിയിലും വരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് കണക്ഷൻ നമ്മുടെ ലക്ഷദ്വീപിലേക്കും ഒക്കെ ഉണ്ട്. അങ്ങനെയാണല്ലോ ലക്ഷദ്വീപിൽ കിട്ടുന്നത് ഇന്റർനെറ്റ് ഒക്കെ. ബട്ട് ഇത് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇൻ ദ വേൾഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഏതാണ്ട് 45,000 കിലോമീറ്റർ ആണ് അതിനകത്ത് പറയപ്പെടുന്നത് എന്നുള്ളത്. അപ്പോൾ ഭാരതി എയർടെൽ അതിൻ്റെ ആക്ടിവിറ്റീസ് ആയിട്ട് മുന്നോട്ട് പോകണു എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഭാരതി എയർടെലിന്റെ ചാർട്ടും സ്ട്രോങ് ആണെന്നോണം നമുക്ക് ഇത് കഴിഞ്ഞ് അതിലേക്ക് വരാം. അല്ലാണ്ട് പിന്നെ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സ്റ്റോക്കിനെ കുറിച്ച് ഷെയർ ചെയ്യേണ്ടത് വെച്ചാൽ സുന്ദരം ഫിനാൻസ്. ഈ സുന്ദരം ഫിനാൻസിനെ കുറിച്ച് എന്ത് പറയുക വെച്ചാൽ, ഈ ബാങ്കിങ് ഇതര സ്ഥാപനങ്ങളുണ്ടല്ലോ, അതായത് NBFC. ഈ NBFC എന്ന് പറയുന്നത് അറിയാലോ, ഈ RBIയുടെ റെഗുലേഷൻ ഒരുപാടൊന്നും ഇല്ലാത്ത ഒരു സെക്ടറാണ്. ബാങ്ക് പോലുള്ള റെഗുലേഷൻ ഒന്നും NBFCയിലില്ല. അപ്പോൾ NBFCയിൽ എപ്പോഴും നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ സെയിൽസ് ഗ്രോത്തിനേക്കാളും നമ്മൾ എപ്പോഴും നോക്കുന്നത് മാനേജ്മെന്റ് പെഡിഗ്രിയാണ്. അപ്പം മാനേജ്മെന്റ് പെഡിഗ്രി, അതായത് 50% ഗ്രോ ചെയ്യുക എന്നൊക്കെ പറയുന്നതിനേക്കാളും അവരുടെ അസറ്റിൻ്റെയും അല്ലെങ്കിൽ ലോൺ ബുക്കും ലയബിലിറ്റി ബുക്കും ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള, എങ്ങനെയാണ് റിസ്ക് മാനേജ് ചെയ്യുന്നുള്ള NBFCയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ഓഫ് കോഴ്സ് അതിൽ ബജാജ് ഫിനാൻസ് വളരെ പ്രീമിയം ആയിട്ടുള്ള, പണ്ട് SDFC ഉണ്ടായിരുന്നു, ഇപ്പോൾ SDFC ബാങ്കായിട്ട് മെർജ് ചെയ്തപ്പോൾ പോയി. SDFC വളരെ നല്ലൊരു NBFC ആയിരുന്നു, എസ്പെഷ്യലി ഹൗസിംഗ് ലോൺ സെഗ്മെന്റ് ആയിരുന്നു അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അവർ NBFC എന്നുള്ളത് മാറി ബാങ്കും NBFCയും കൂടെ ഒന്നിച്ച് മുന്നോട്ട് പോയി. ഇപ്പോൾ ബജാജ് ഫിനാൻസ് ആണ് അവിടെ പാക്ക് ലീഡ് ചെയ്യുന്നത്. ബജാജ് ഫിനാൻസ് ഓഫ് കോഴ്സ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു NBFC ആണ്. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്ന 2-3 ക്ലാസിക് മാനേജ്മെന്റുകൾ ഏതാണെന്നറിയോ? ഒന്ന് ചോളമണ്ഡലം. ഈ ചോളമണ്ഡലം ഫിനാൻസ് പറഞ്ഞാൽ ചെന്നൈ ബേസ്ഡ് ആണ്. നമ്മൾ പറയുകയും ചെയ്തു, മുരുകപ്പ ഗ്രൂപ്പ് വളരെ ഒരു ഗോൾഡൻ ബിസിനസ് ഗ്രൂപ്പ്. അതായത് അവർ ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളും വളരെ പ്രൂഡൻ്റ് ആയിട്ട്, റാഷണൽ ആയിട്ട്, വളരെ എഫിഷ്യൻസിയോടുകൂടി, സിൻസിയറിറ്റിയോടുകൂടി, അതാണ് ആ വാക്ക്. അതായത് ഹോണസ്റ്റ് മാനേജ്മെന്റ്. നമ്മൾ ഈ മാർക്കറ്റിൽ പറയുന്ന വാക്ക് ഏതാണെന്നറിയോ? അപ്രൈറ്റ് മാനേജ്മെന്റ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് പാർലൻസ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ടേംസ് നമ്മൾ ഇങ്ങനെ ഒരു നല്ല ക്ലീൻ മാനേജ്മെന്റ് നമ്മൾ പറയുന്നത് അപ്രൈറ്റ് മാനേജ്മെന്റ് എന്നാണ്. അങ്ങനെയുള്ള അപ്രൈറ്റ് മാനേജ്മെന്റ് ആണ് ചോളമണ്ഡലം. ചോളമണ്ഡലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സുന്ദരമാണ്. ഈ സുന്ദരത്തിന്റെ ഈ ലാസ്റ്റ് ഒരാഴ്ച 2 വീക്കായിട്ട് അതിന്റെ ട്രേഡിംഗ് വോളിയം ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ട്രേഡിംഗ് വോളിയം, അതായത് അൺയൂഷ്വൽ ആയിട്ട്, അതായത് ഞാൻ ഈ ട്രേഡിംഗ് വോളിയം ഒരു എക്സാമ്പിൾ പറയുകയാണ്. 1 ലക്ഷം ട്രേഡ് ചെയ്തിരുന്ന സ്ഥലത്ത് അതിന്റെ 42 ടൈംസ് 1 ലക്ഷമാണെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ അതിൻ്റെ വോളിയം നോക്കിയിട്ടില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത കാലത്തായി 2 ആഴ്ചയിൽ 42 ടൈംസ് അതിൻ്റെ ട്രേഡിംഗ് വോളിയം കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തോ അൺയൂഷ്വൽ ആയിട്ട് അതിൻ്റെ കൗണ്ടറിൽ നടക്കുന്നുണ്ട്. അത് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നമുക്ക് നോക്കണം. പ്രത്യേകിച്ച് ഈ മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താ, ഫിനാൻഷ്യൽ സെക്ടർ സ്റ്റോക്സ് ആണ് ഇനി വരാൻ പോകുമ്പോൾ. ഒരുമാതിരി എല്ലാ ബ്രോക്കറേജസും എല്ലാവരും പറയുന്നത് ഫിനാൻഷ്യൽ സെക്ടർസ്. ആ ഫിനാൻഷ്യൽ സെക്ടർ സ്റ്റോക്സിൽ അപ്രൈറ്റ് മാനേജ്മെന്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് സുന്ദരം. സുന്ദരത്തിന്റെ ഓപ്പർച്യൂണിറ്റീസും വളരെ നല്ലതാണ്. അതുകൊണ്ട് അത് എന്തുകൊണ്ടാണ് വോളിയം ഇൻക്രീസ് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് ആനന്ദിലേക്ക് പോകുമ്പോൾ ഒന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു സ്റ്റോക്കും കൂടെ ഞാൻ പറഞ്ഞു വയ്ക്കാം. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ NSE-യുടെ IPO ഏതാണ്ട് ഡിലേഡ് ആയി. രണ്ടാമത് അവര് ആ എക്സ്പയറി ഏതാണ്ട് എല്ലാം മൺഡേമാക്കണമെന്ന ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. തൽക്കാലം അവരത് നിർത്തിവെച്ചു. ഇത് BSEക്ക് വളരെ നന്നായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. കാര്യം അറിയൂ, BSE മാത്രമാണ് ഇപ്പോൾ, BSE ഇപ്പോൾ NCD, നമ്മൾ MCX അങ്ങനത്തെ കാര്യങ്ങളല്ല പറയുന്നത്. BSEയും NSE ആണല്ലോ ഈ മെയിൻ ലൈൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇന്ത്യയിൽ. പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റോക്ക് മാർക്കറ്റ് നന്നായിട്ട് വളരും, അല്ലെങ്കിൽ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് നന്നായിട്ട് വളരും എന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ചുകളുടെ സ്ഥാനം വളരെ ഹൈ ആണ്. അപ്പോൾ ഈ NSE അതിൻ്റെ IPO ഡിലേ ചെയ്യുക എന്ന് പറയുന്നത് BSEക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് മാറിയാണ്. 13% അപ്പാണ്. നോക്കൂ, നമ്മൾ ഏതാണ്ട് അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് BSE കണ്ടിരുന്നത്. അത് മാത്രമല്ല, സൺഡേ
ഈ വരാൻ പോണ സൺഡേ അവരൊരു ബോർഡ് മീറ്റിംഗ് ഉണ്ട്. അതിനകത്ത് അവർ മിക്കവാറും ബോണസിനെ കുറിച്ച് സംസാരിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഒരു മാർക്കറ്റ് സ്പെക്കുലേഷനും കൂടെ അതിനകത്തുണ്ട് എന്നുള്ളത് അതിനൊരു ഫാക്ടറാണ്. പിന്നെ ആദിത്യ ബിർള ക്യാപിറ്റൽ, അതായത് FII ബ്രോക്കറേജ് ആയ മക്വേറെ പറയണതെന്ന് വെച്ചാൽ ഇത് ഏതാണ്ട് 3 കൊല്ലത്തിൽ ഡബിൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ആദിത്യ ബിർള ക്യാപിറ്റൽ ഞാൻ എന്തുകൊണ്ട് BSE ഒക്കെ ആയിട്ട് സുന്ദരം ഫിനാൻസ് ആയിട്ട് ചേർത്ത് പറയുന്നത് വെച്ചാൽ ഇത് പൊതുവെ ആ ഫിനാൻഷ്യൽ സെക്ടർ സ്റ്റോക്സ് ആണ്. അതുകൊണ്ട് ആനന്ദിന് അത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. അതായത് അതിന്റെ മാർജിൻ, അതായത് ആദിത്യ ബിർള ക്യാപിറ്റലിന്റെ മാർജിൻ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് മക്വേറി പറഞ്ഞു വെക്കുന്നത്. അതുകൂടാതെ അതിന്റെ SME ലോൺ ഗ്രോത്തിൽ നല്ലൊരു ട്രാക്ഷൻ കാണുന്നുണ്ട്. അതൊന്നും കൂടാതെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വാല്യുവേഷനാണ്. നമ്മൾ ഇതെന്തുകൊണ്ട് ആദിത്യ ബിർള ക്യാപിറ്റൽ എടുത്തു പറഞ്ഞു വെച്ചാൽ മക്വേറിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് 3 കൊല്ലം കൊണ്ട് ഡബിൾ ആവുന്നുള്ളതാണ്. അത് ദാറ്റ് ഈസ് ബേസിക്കലി അപ്പോൾ ഒരു 24% ഇയർ ഓൺ ഇയർ ഗ്രോത്ത്, അബ്സല്യൂട്ട് ഗ്രോത്ത് അല്ല, 24% ഗ്രോ ചെയ്യുന്നു, അതിന്റെ മുകളിൽ 24% ഗ്രോ ചെയ്യുന്നു, അതിന്റെ മുകളിൽ 24% ഗ്രോ ചെയ്യുമ്പോഴാണ് 3 കൊല്ലം കൊണ്ട് ഒരു സ്റ്റോക്ക് ഡബിൾ ആവുന്നത്. അപ്പോൾ ഈ 3 സ്റ്റോക്സും ആനന്ദിന്റെ ഡെസ്കിലേക്ക് ഞാൻ പാസ് ചെയ്യുന്നു. ആനന്ദ് അതിന്റെ ട്രെൻഡ് നോക്കിയിട്ട് മാർക്കറ്റ് ലൈവ് കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്താൽ പ്രേക്ഷകർക്ക് ഇൻവെസ്റ്ററും അത് വാല്യുബിൾ ഇൻഫർമേഷൻ ആവുമെന്ന് വിശ്വസിക്കുന്നു. സുരജ് സർ, നമ്മൾ ഇന്ന് ഹോട്ടൽ സെഗ്മെന്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഒരു മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു സ്റ്റോക്ക് ITC ഹോട്ടലാണ്. 4% മുകളിലുള്ള ഒരു മുന്നേറ്റം സ്റ്റോക്ക് ഓൾറെഡി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ബനാറസ് ഹോട്ടൽ, കാമത് ഹോട്ടൽ, മഹീന്ദ്ര ഹോളിഡേയ്സ് തുടങ്ങിയ സ്റ്റോക്കുകളിലൊക്കെ തന്നെ 2.5% മുകളിലേക്കുള്ള ഒരു മൂവ്മെന്റും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ITC ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റ് ചെയ്തിട്ട് അധികമായിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടിയും ഇപ്പോൾ ബ്രോക്കറേജുകളൊക്കെ തന്നെ പറയുന്നത് ITC സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു സെക്കൻഡ് ലാർജസ്റ്റ് ഡൊമസ്റ്റിക് ലോഡ്ജിംഗ് കമ്പനി എന്നുള്ള നിലയിൽ വരാനിരിക്കുന്ന ഇവന്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബെനിഫിഷ്യറി ആകാനുള്ള ഒരു സാധ്യതയാണ് ബ്രോക്കറേജുകൾ പങ്കുവെക്കുന്നത്. അപ്കമിംഗ് ഇവന്റ്സ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്നത് ഈ ഒരു 2025 എൻഡ് ഓഫ് ദി ഇയറിലൊക്കെ വരാനിരിക്കുന്നത് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ, അതോടൊപ്പം തന്നെ ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മിറ്റ് ആൻഡ് അവാർഡ് തുടങ്ങിയ പ്രധാനപ്പെട്ട ഇവന്റുകളൊക്കെ തന്നെ ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്നുമുണ്ട്. ഇത്തരത്തിൽ ഈ ഹോട്ടൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഓഫ് പോസിബിലിറ്റി അല്ലേ ഉള്ളത്? ജാസ്മിൻ, അത് ഹോട്ടൽ ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്ന് പറയും. ഇപ്പോൾ അടുത്ത കാലത്ത് കോവിഡ് കഴിഞ്ഞതിന് ശേഷം ആദ്യം ഒരു റിവഞ്ച് ട്രാവലിലാണ് ഇതിന്റെ സ്റ്റോക്കുകൾ ഭയങ്കരമായിട്ട് കയറിയത്. അതായത് ഇതുവരെ നമുക്ക് എയർലൈൻസ് ഒന്നും ഇല്ലായിരുന്നു. കോവിഡ് കഴിഞ്ഞ സമയങ്ങളിൽ എയർലൈൻസ് ഒന്നും ഓപ്പറേറ്റ് ചെയ്തിരുന്നില്ല, ഹോട്ടലുകളൊന്നും തുറന്നില്ല, റെസ്റ്റോറൻറ്റുകളൊന്നും ഇല്ല. എന്താ സാമൂഹിക അകലം പാലിച്ച് നടന്ന ഒരു ഇൻഡസ്ട്രി പെട്ടെന്ന് തുറന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു റിവഞ്ച് ട്രാവൽ വന്നു എന്നുള്ള രീതിയിലാണ് ഒരു ഇനിഷ്യൽ ടിക്ക് ഈ സ്റ്റോക്കുകളിലേക്ക് വന്നത്. ബട്ട് അടുത്ത കാലത്ത് നമ്മൾ കണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫോറിൻ ബ്രോക്കറേജസ് ആയാലും ഇന്ത്യൻ ബ്രോക്കറേജസ് ആയാലും ഒരു സെക്ടറൽ പ്ലേ, അതായത് മാർക്കറ്റിൽ നമ്മൾ പറയുന്നത് ഈ ടോപ്പ് ഡൗൺ അപ്രോച്ചും ബോട്ടം അപ്പ് അപ്രോച്ചും. ഈ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെക്ടർ കണ്ടുപിടിക്കുന്നു, ആ സെക്ടറിന്റെ ഓപ്പർച്യൂണിറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നു. അതായത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, അതായത് അതാണല്ലോ ഈ ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന്. അപ്പോൾ അതിന് ഒരു നമ്മൾ പറയുന്നത് ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്നാണ് ഈ ഫണ്ടമെന്റൽ അനാലിസിസ് പറയുന്നത്. ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റോക്ക് കണ്ടുപിടിക്കുന്നു, സ്റ്റോക്കിന്റെ ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുന്നു, സ്റ്റോക്കിന്റെ വാല്യുവേഷൻ കണ്ടുപിടിക്കുന്നു. അവിടുന്ന് ആ ഇൻഡസ്ട്രി സെക്ടർ എങ്ങനെയാണ്, ആ ഇൻഡസ്ട്രി സെക്ടറിനകത്ത് എങ്ങനെയാണ് ഈ കമ്പനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്നത്, ഇതാണ് ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇത് ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ നമ്മൾ ആദ്യം ഒരു സെക്ടർ കണ്ടുപിടിക്കുന്നു, ആ സെക്ടറിന്റെ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയിട്ട് അതിനകത്തുള്ള നല്ല സ്റ്റോക്സിലേക്ക് താഴേക്ക് വരുന്നു. ഈ 2 രീതിയിലാണ് ഫണ്ടമെന്റൽ അനാലിസിസ് ഉള്ളത്. ഇതിൽ ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി മിക്ക ബ്രോക്കറേജുകളുടെയും കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഇതൊരു വലിയൊരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ഉള്ള ഒരു സെക്ടറാണ്. അതായത് അതിൽ ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ഹോട്ടൽസ് മാത്രമല്ല, അതായത് റൈറ്റ് ഫ്രം എയർലൈൻസ് ടു എയർപോർട്ട്സ് ടു ടിക്കറ്റിംഗ് ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, അതിന്റെ കൂടെ തന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, അതായത് ഹോട്ടൽ സ്റ്റോക്സ്, അതിന്റെ കൂടെ തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റോക്സ്, അതായത് നമ്മുടെ ജൂബിലന്റ് ഫുഡ് വർക്ക്സ്, ഇതല്ലേ ഈ ഒരു വാല്യൂ ചെയിൻ വരുന്ന ഒരു സെക്ടറൽ കോൾ തന്നെ പല ബ്രോക്കറേജസും എടുത്തിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെ. ഈ സെക്ടറിലെ ഹോസ്പിറ്റാലിറ്റി സെക്ടറിലെ എസ്പെഷ്യലി ഹോട്ടൽ സെക്ടറിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് നമുക്കറിയാലോ ഇന്ത്യൻ ഹോട്ടൽസ് ആണ്. അത് ബ്രാൻഡുള്ള ടാറ്റ കമ്പനിയാണ്. അതിന് താഴെ നിൽക്കുന്ന ഇപ്പൊ അടുത്ത കാലത്ത് ലിസ്റ്റ് ചെയ്ത്, അതായത് ITC ഡീമർജ് ചെയ്ത് അതൊരു ഇൻഡിവിജ്വൽ സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് ആയിട്ട് ഒരു ഡീമർജ് ചെയ്ത് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് ഈ ITC ഹോട്ടൽസ് എന്ന് പറയുന്നത്. അതെല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു ഇൻഡസ്ട്രിക്ക് പൊതുവെ ഒരു പോസിറ്റീവ് മൊമെന്റം ബ്രോക്കറേജസും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെസ്കുകളും കവർ ചെയ്യുന്നുണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇത് കൂടാതെ ഇന്നലെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ FIIയിൽ നമ്മൾ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ ജെഫ്രീസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ ക്രിസ് വുഡ് ഉണ്ട്.
ഈ ക്രിസ് വുഡിനെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് വളരെ ക്ലോസ്ലി നോക്കുന്നത്. അതായത് വളരെ ഇപ്പം സാധാരണ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന FIs എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലും ETF ബേസ്ഡ് ആണ്. അതായത് ഈ ഇൻഡെക്സുകളിൽ മാത്രം ഗ്ലോബൽ അലോക്കേഷൻ ഒക്കെ ചെയ്യുന്നത്. എന്നാൽ കുറച്ചുകൂടി മാർക്കറ്റിലേക്ക് ഇറങ്ങി തിരിച്ച് ഇൻഡിവിജ്വൽ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ലോങ് ഓൺലി ഫണ്ട് അല്ലെങ്കിൽ ലോങ് ഷോർട്ട് ഫണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന FIs വളരെ ചുരുക്കമാണ്. അങ്ങനെയുള്ളതാണ് ഈ ഹെലിയോസ് ക്യാപിറ്റൽ. നമ്മുടെ സമീർ അറോറ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ തന്നെ നടത്തുന്നതാണ് ഈ ഹെലിയോസ് ക്യാപിറ്റൽ. അതുകൂടാതെ പല മോർഗൻ സ്റ്റാൻലി ഉണ്ട്, അവർക്കൊക്കെ ആ ഡിവിഷൻ ഉണ്ടെങ്കിലും ഈ ജെഫ്രീസിന് ക്രിസ് വുഡ് പണ്ട് അദ്ദേഹം CLSAയിലായിരുന്നു. ഈ CLSAന്ന് ഇപ്പോൾ ജെഫ്രീസിലേക്ക് വന്നിട്ട് ക്രിസ് വുഡ് അദ്ദേഹത്തിൻ്റെ പണ്ട് മുതലേ അദ്ദേഹം CLSAയിൽ ഉള്ളപ്പോഴും ഇപ്പോഴൊക്കെ ഈ ഗ്രീഡ് ആൻഡ് ഫിയർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് മന്ത്ലി ഒരു റിപ്പോർട്ട് ഇറക്കും. മന്ത്ലി ആണോ ക്വാർട്ടർലി ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഒരു റിപ്പോർട്ട് ഇറക്കും, ഗ്രീഡ് ആൻഡ് ഫിയർ. അത് വായിക്കാൻ നല്ല രസമാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളത് ഒരുപാട് വായിച്ചിട്ടുണ്ട്. ആ ഗ്രീഡ് ആൻഡ് ഫിയറിൽ പൊതുവേ ഒരു ഗ്ലോബൽ മാർക്കറ്റിനെ കുറിച്ച് പറയും, ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പറയും, ഇന്ത്യയുടെ എക്കണോമിയെക്കുറിച്ച് പറയും, ഇന്ത്യയുടെ ട്രേഡിനെ കുറിച്ച് പറയും, ഈ ഒരു സെക്ടറിൻ്റെ ഫിനാൻഷ്യൽസിനെ കുറിച്ച് പറയും, ഇവിടെ സ്റ്റോക്കുകളെ കുറിച്ചൊക്കെ പറയും. അപ്പോൾ ക്രിസ് വുഡ് എന്തെങ്കിലും സംസാരിക്കാൻ നേരത്ത് മാർക്കറ്റ് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നുള്ളതാണ്. അത് അദ്ദേഹം CLSAയിൽ ഉള്ളപ്പോഴും ഇപ്പോൾ ജെഫ്രീസിൽ ജോയിൻ ചെയ്തപ്പോൾ. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ഗ്രീഡ് ആൻഡ് ഫിയർ എന്നുള്ള ആ റിപ്പോർട്ടിൽ അദ്ദേഹം പുതിയതായിട്ട് കുറച്ച് സ്റ്റോക്ക് ഇൻക്ലൂഡ് ചെയ്തായിട്ട് അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ റിലയൻസ് ഇൻഡസ്ട്രീസും DLFും മേജർ എന്ന് നമ്മുടെ ടോപ്പ് ലൈൻ കമ്പനികളിൽ ഉൾപ്പെടുത്തിയ ഒരു സാധനമാണ്. എന്നാൽ എക്സ്ക്ലൂഡ് ചെയ്തത് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആണ്. റൈറ്റ്. പിന്നെ എനിക്ക് തോന്നുന്നു SDFC ബാങ്കിലും SBIയിലും സാധാരണ എല്ലാവരും ഇപ്പോൾ SDFC ബാങ്കും SBIയും ഒക്കെ ഈ ഫിനാൻഷ്യൽ സ്റ്റോക്സിൽ ബുള്ളിഷായിട്ട് നിൽക്കുമ്പോൾ ആക്ച്വലി ക്രിസ് വുഡിൻ്റെ ജെഫ്രീസ് അതിനകത്ത് കുറയ്ക്കുകയാണ് ചെയ്തത്. അവർ അലൊക്കേഷൻ കുറയ്ക്കുകയാണ് ചെയ്തത്. അവർ മാറ്റിയിട്ടില്ല, റിഡക്ഷനാണ് അവർ ചെയ്തേക്കണെന്നുള്ള. അതിൽ രസകരമായിട്ടുള്ള കാര്യം വെച്ചാൽ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്ത സ്റ്റോക്ക് അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ലിസ്റ്റഡ് അല്ല കേട്ടോ. അത് നാസ്ഡാക്ക് ലിസ്റ്റഡ് കമ്പനിയാണ്. അതിനകത്ത് ട്രാവൽ സ്റ്റോക്ക് ഉണ്ടെന്നുള്ള മേക്ക് മൈ ട്രിപ്പ്. ഈ മേക്ക് മൈ ട്രിപ്പ് നാസ്ഡാക്ക് ലിസ്റ്റഡ് ആണ്, ഇന്ത്യ ലിസ്റ്റഡ് അല്ല, ഇന്ത്യൻ ബേസ്ഡ് കമ്പനി ആണെങ്കിൽ പോലും. അപ്പോൾ അതിനകത്തൊരു ബുള്ളി സ്റ്റാൻഡ് അദ്ദേഹം പറയുമ്പോൾ ആ റിപ്പോർട്ടിൽ അദ്ദേഹം ക്ലിയർ ആയിട്ട് പറയുന്നത് ഇന്ത്യയിലുള്ള ഡൊമസ്റ്റിക് ടൂറിസമാണ്. ആ ഡൊമസ്റ്റിക് ടൂറിസം പണ്ടൊക്കെ നമ്മളിപ്പോൾ ഇന്ത്യയിൽ കൊച്ചിയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ട് നമ്മൾ ടൂറിസം ഡിപ്പെൻഡ് ചെയ്തത് കംപ്ലീറ്റ് ഫോറിനേഴ്സാണ്, യൂറോപ്യൻസും അമേരിക്കൻസിനെയൊക്കെ നമ്മൾ, അതായത് സൗത്ത് ഏഷ്യൻ കൺട്രീസിൽ നിന്നും ഒക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട്. ഇന്ന് നമുക്ക് ഡൊമസ്റ്റിക് ടൂറിസ്റ്റാണ് ഏറ്റവും കൂടുതൽ. അതായത് ബോംബെയിൽ നിന്നോ അല്ലെങ്കിൽ മധ്യപ്രദേശിൽ നിന്നോ UP, ബംഗാൾ ഇവിടെ നിന്നൊക്കെ വരുന്നവരാണ് കൂടുതലും കാണുന്നത്. ഈ ഡൊമസ്റ്റിക് ടൂറിസം ഭയങ്കരമായിട്ട് ബൂം ചെയ്യാൻ പോണു എന്നുള്ള ഒരു ഇതാണ് അവർ മേക്ക് മൈ ട്രിപ്പിനെ കുറിച്ച് അദ്ദേഹം ക്രിസ് വുഡ് ഈ ജെഫ്രീസിന്റെ ഗ്രീഡ് ആൻഡ് ഫിയർ റിപ്പോർട്ടിൽ വന്നത്. ഈ മേക്ക് മൈ ട്രിപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മേക്ക് മൈ ട്രിപ്പിനെ കൊണ്ട് നമ്മൾ ഇന്നലെ ഒരു ഗോൾഡ്മാൻ സാക്സിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു. ഗോൾഡ്മാൻ സാക്സിൽ ഇന്ത്യ 2075 ആകുമ്പോഴത്തേക്കും വേൾഡ്സിലെ സെക്കൻഡ് ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് മാറും, 50 ആകുമ്പോൾ തേർഡ് ആയി മാറും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിനകത്തും അവരുടെ ഒരു പെറ്റ് സ്റ്റോക്ക് ആയിട്ട് ഒരു 10 സ്റ്റോക്സ് SDFC ഒക്കെ പറഞ്ഞല്ലോ, അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞത് മേക്ക് മൈ ട്രിപ്പാണ്. അപ്പോൾ അടുത്ത കാലത്ത് 2 ദിവസമായിട്ട് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോറിൻ ബ്രോക്കറേജ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ മേക്ക് മൈ ട്രിപ്പ് വന്നു എന്നുള്ളത്. അപ്പോൾ പൊതുവെ ആ സെക്ടറിൽ ഒരു ഫോക്കസ് ഉണ്ട്, സെക്ടറിൽ ബൈയിങ് ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ ഞാൻ നമ്മൾ ആനന്ദിൻ്റെ അടുത്ത് പോകണമല്ലോ, അതിനു മുമ്പേ നമ്മൾ സമയം തരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. നമ്മളിപ്പോൾ മാർക്കറ്റിൽ കാണുന്ന പ്രത്യേകത എനിക്ക് ഇന്നും അറിയില്ല. ഇപ്പോൾ എന്ത് ടെക്നിക്കലോ ഫണ്ടമെൻ്റലോ ആയിക്കോട്ടെ, എനിക്കും ഉറപ്പില്ല മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്തോ അല്ലെങ്കിൽ ബോട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞോ, ഇവിടുന്ന് നന്നായിട്ട് കയറോ, നിഫ്റ്റി എവിടെ കയറോ, ഇതൊന്നുമില്ല. നമ്മളിപ്പോൾ ഇതൊന്നും സെപ്റ്റംബറിൽ നിന്നും നമുക്ക് ഇത്രയും താഴെ വരുന്നത് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഒരു കാര്യം മാർക്കറ്റിൽ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത് വെച്ചാൽ ഇത്രയും നാൾ മാർക്കറ്റിൽ ലാസ്റ്റ് 4 to 5 months എസ്പെഷ്യലി February 15 മുതൽ ഇങ്ങോട്ടേക്ക് മാർക്കറ്റ് ഒരു ന്യൂസിന് റെസ്പോണ്ട് ചെയ്യില്ലായിരുന്നു. പോസിറ്റീവ് ന്യൂസ് വന്നാൽ പോലും അതിനെ മാറ്റി വെച്ചിട്ട് നെഗറ്റീവ് ന്യൂസിന് ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഈ ഇടയായിട്ട് ഈ ആഴ്ച ഇപ്പം നമ്മൾ ഈ ഹോസ്പിറ്റാലിറ്റി സ്റ്റോക്സിനെയും ഈ ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റോക്കിനെയും കുറിച്ച് പറയുന്നല്ലോ. അത് മാത്രമല്ല നമ്മൾ പല സ്റ്റോക്കുകളെ കുറിച്ച് ഇപ്പോൾ ONGC ഇപ്പോൾ നമ്മൾ ഇന്നലെ വന്നൊരു ന്യൂസ് പ്രകാരം ഇന്ത്യയിൽ 75% ഓഫ് എനർജി നീഡ്സ് പരിഹരിക്കാൻ പറ്റുന്ന, എനർജി പ്രോബ്ലംസ് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഓയിൽ റിസർവ് അവർ UP കണ്ടുപിടിച്ചു എന്നുള്ള. അതിനെ ബേസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ONGC 4% അപ്പാണ്. ONGC എന്ന് പറഞ്ഞാൽ വളരെ ബിഗ് സ്റ്റോക്കാണ്. അപ്പൊ അതിൽ എത്തൂരം ബൈയിങ് നടക്കുന്നു എന്നുള്ള, അതായത് ഇന്ത്യയുടെ 75% എനർജി നീഡ്സ് അഡ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ന്യൂസ് കൊണ്ട് പറയുന്നത്. വലിയൊരു എനർജി റെവല്യൂഷൻ നടക്കാൻ പോകുന്നില്ല. അപ്പൊ മാർക്കറ്റിൽ വന്ന നല്ല കാര്യം എന്ന് വെച്ചാൽ പോസിറ്റീവ് ന്യൂസിന് മാർക്കറ്റും സ്റ്റോക്കുകളും റെസ്പോണ്ട് ചെയ്ത് തുടങ്ങി എന്നുള്ള. നമ്മൾ പറയില്ലേ, പേഷ്യന്റ് വെജിറ്റബിൾ ആയിട്ട് കിടക്കുന്ന പേഷ്യന്റ് വിളിക്കുമ്പോൾ അനങ്ങി തുടങ്ങി എന്നൊക്കെ പറയില്ലേ, അതായത് ഒരു മൂവ്മെന്റ് വന്നു തുടങ്ങി. കോമയിൽ കിടക്കുന്ന പേഷ്യന്റിന് കാലനക്കി തുടങ്ങി, കൈ അനക്കി തുടങ്ങി എന്നൊക്കെ പറയുന്ന ഒരു പോസിറ്റീവ് ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് വരാറില്ലേ, അതേ ഒരു അനലോഗി തന്നെ നമ്മൾ ഇവിടെ ഒന്ന് സംസാരിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. ഇത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആനന്ദിന്റെ ഡെസ്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്.
ആനന്ദ്, ഇപ്പോൾ പറഞ്ഞു നിർത്തിയ ONGCയിൽ നിന്ന് തന്നെ തുടങ്ങാം. സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് 4% ഒരു മുന്നേറ്റം സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. 252 രൂപ എന്നുള്ള ഒരു നിലവാരത്തിൽ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ ഇന്ന് പൊതുവെ ഒരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ONGCയുടെ ഒരു അണ്ടർടോൺ എങ്ങനെയാണുള്ളത്? ജാസ്മിൻ, ONGC നോക്കുകയാണെങ്കിൽ നിലവിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ നിലവിൽ ബൈയിങ് വന്നേക്കുന്ന ലെവൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. അതായത് നമ്മൾ കുറച്ചുകൂടി ഒരു പാസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 2024 ജൂണിൽ ഏകദേശം 16.83% ഒരു ഫോൾ ONGC രേഖപ്പെടുത്തിയിരുന്നു. ഒരു സിംഗിൾ ഡേ ഏകദേശം 16% ഫോൾ. എന്നിട്ട് ആ ഒരു ലെവലിൽ നിന്നാണ് പിന്നെ ആ ഒരു റിക്കവറി നടന്നേക്കുന്നത്. ആ ലെവൽ എന്ന് പറയുന്നത് 219 to 223, ആ ഒരു 4 രൂപയുടെ ആ ഒരു റേഞ്ചിൽ നിന്നാണ് പിന്നെ ONGCക്ക് ആ റിക്കവറി നടന്നേക്കുന്നത്. അപ്പം നിലവിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ലെവലിൽ തന്നെ ഏകദേശം നോക്കുകയാണെങ്കിൽ മാർച്ച് 3-ാം തീയതി, അതുപോലെ നെക്സ്റ്റ് ഒരു സപ്പോർട്ട് എടുത്തേക്കുന്നത് മാർച്ച് 12-ാം തീയതി, അതായത് ഏകദേശം ഒരു 3-4 തവണ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ നിലവിൽ ഒരു റിക്കവറി നടന്നേക്കുന്നത്. സോ നോക്കുകയാണെങ്കിൽ ഇന്ന് ഏകദേശം ONGC അറൗണ്ട് ഒരു 4% അപ്സൈഡ് മൊമെൻറ്റം ONGC കാണിക്കുന്നുണ്ട്. പക്ഷേ അതിന് നമ്മൾ ആ ഒരു മൊമെൻറ്റം വാലിഡ് ആണോ അല്ലയോ എന്ന് മോസ്റ്റ്ലി നോക്കുന്നത് അതിൻ്റെ പാസ്, അത് എങ്ങനെ ആ മൊമെൻറ്റം വന്നു, ആ മൊമെൻറ്റത്തിന് മുമ്പുള്ള സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് പൊതുവേ ആ ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മൾ അതിനെ അനാലിസിസ് ചെയ്യുന്നത്. സോ ആ ഒരു മൊമെൻറ്റത്തിൽ നിലവിൽ ONGC ഏകദേശം ഒരു നോക്കുകയാണെങ്കിൽ ഒരു 10% മാർക്കറ്റ് ഓൾമോസ്റ്റ് സ്ട്രെച്ച്ഡ് ആയി. എന്നിട്ട് ആ ഒരു 10% സ്ട്രെച്ച്ഡ് ആയിട്ട് ONGCയിൽ ഏകദേശം ഒരു 2% സെല്ലിംഗ് വന്നു. ആ 2% സെല്ലിംഗ് വന്നിട്ടാണ് നിലവിൽ ഒരു 4.18% ആ ഒരു ബൈയിങ് നടന്നേക്കുന്നത്. അതായത് ഒരു നല്ലൊരു പുൾ ബാക്ക് എടുത്തിട്ടാണ് ആ ഒരു ബൈയിങ് നമുക്ക് ONGCയിൽ കാണാൻ സാധിക്കുന്നത്. സോ ONGCയുടെ ആ ഒരു ട്രെൻഡ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ആ ഒരു കറക്ഷൻ ഫേസിൽ നിന്ന് നിലവിൽ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ONGC ഏകദേശം അറൗണ്ട് ഒരു 35% താഴെ വരെ ഒരു സെൽ ഓഫ് നടന്നിരുന്നു ആ ഒരു കറക്ഷൻ ഫേസിൽ. ആൻഡ് നിലവിൽ ഒരു 4% അപ്പാണ് ONGC. സോ ONGCയുടെ ആ ഒരു കറക്ഷൻ ഫേസിൽ നിന്ന് മാറി ഒരു ബുള്ളിഷ് ടോണിലേക്ക് വന്നു നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനും കൂടിയാണ്. അതൊരു വന്ന ന്യൂസിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും ടെക്നിക്കൽസിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും. സോ ONGCയിൽ ഇനി ശ്രദ്ധിച്ചിരിക്കുന്ന ലെവലുകൾ എന്ന് പറയുന്നത് അപ്സൈഡിലേക്കാണ് മോസ്റ്റ്ലി എക്സ്പെക്ട് ചെയ്യുന്നത്. സോ മാർക്കറ്റ് ഇപ്പം നിലവിൽ നോക്കുകയാണെങ്കിൽ ഒരു 2 ഡേയ്സ് കൊണ്ട് ONGC ഏകദേശം ഒരു 2 ദിവസം കൊണ്ട് ഏകദേശം ഒരു 5.67% മൂവ്മെൻറ്റ് നടത്തും. സോ ഒരു മൈനർ പുൾ ബാക്ക് എക്സ്പെക്ട് ചെയ്തിട്ട് അപ്സൈഡ് മൂവ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ വിച്ച് ഇസ് ബെറ്റർ ഓൺ ദ ടെക്നിക്കൽ സൈഡ്. സോ നമ്മൾ ബാക്കി ലെവൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് ഒരു 247 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. ഡൗൺ സൈഡ് നോക്കുക 247 ആൻഡ് ഒരു മേജർ സപ്പോർട്ട് ലെവൽ ഒരു 242 to 244 ആ ഒരു 2 rupeesൻ്റെ ആ ഒരു റേഞ്ച്. ആൻഡ് അപ്സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത ലെവൽ എന്ന് പറയുന്നത് 260 to 262 ആ ഒരു 2 rupeesൻ്റെ റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്സൈഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ 273 rupees. നമുക്കൊരു 273 to 270 ആ ഒരു 3 rupeesൻ്റെ റേഞ്ച് ആയിട്ട് നമുക്ക് ONGCയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം ജാസ്മിൻ. ആനന്ദ്, അതോടൊപ്പം തന്നെ ടെലികോം സെഗ്മെന്റിൽ നിന്നും ഭാരതി എയർടെലിനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഭാരതി എയർടെലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം സ്പെക്ട്രം ഡ്യൂസ് ആയിട്ടുള്ള 5,985 കോടി എന്നുള്ളൊരു നിലയിലുള്ള പേയ്മെന്റുകളൊക്കെ തന്നെ കമ്പനി നടത്തിയപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ആയിരുന്നു. എങ്കിൽ കൂടിയും മാർക്കറ്റിൽ അത് കാര്യമായിട്ട് റിഫ്ലക്ട് ചെയ്ത് കണ്ടില്ല. ഇന്നത്തെ ഒരു പെർഫോമൻസ് നോക്കുന്ന സമയത്തും ഭാരതി എയർടെൽ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരു ലാസ്റ്റ് 1 മന്തിലേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് ബ്രോക്കറേജുകൾ ഈ ഒരു സ്റ്റോക്കിൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുണ്ട്. ബൈക്കോൾ നൽകുന്നു, ടാർഗറ്റ് പ്രൈസ് അപ്ഗ്രേഡ് ചെയ്യുന്ന നിലയിലേക്കൊക്കെ തന്നെ പോയിട്ടുണ്ട്. ഈ ഒരു ടാർഗറ്റ് പ്രൈസ് അപ്ഗ്രേഡ് ചെയ്യുന്നത് ടെക്നിക്കലി എത്രമാത്രം പോസിബിൾ ആയിരിക്കും? ജാസ്മിൻ, ഭാരതി എയർടെൽ വളരെ നല്ലൊരു സ്ട്രോങ് ടെലികോം സെക്ടർ തന്നെ വളരെ നല്ല സ്ട്രോങ് സ്റ്റോക്കാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം ഒരു September 24 ആ ഒരു 24ലാണ് ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതായത് ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 1779 രൂപ. ആൻഡ് ആ ഒരു വീക്ക് ക്ലോസ് ചെയ്തേക്കുന്ന ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 1734 രൂപയാണ്. ഓക്കെ, സോ 1734 rupees. ബട്ട് ആ ഒരു ലെവലിന് മുകളിലേക്ക് മാർക്കറ്റ് എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു വളരെ ഹ്യൂജ് സെല്ലിംഗ് മാർക്കറ്റിൽ കാണാൻ സാധിക്കും. അതായത് വീക്കിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിൽ മാർക്കറ്റ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ തന്നെ ആ ഒരു സെൽ ഓഫ് നമുക്ക് മാർക്കറ്റിൽ കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു വീക്കും ആ ഒരു സെയിം സിറ്റുവേഷൻ തന്നെ, അത് മാർക്കറ്റിൻ്റെ ആ ഒരു വീക്കിൻ്റെ ഫസ്റ്റ് ഹാഫ്, അതായത് നമ്മൾ മൺഡേ നോക്കുകയാണെങ്കിൽ ആ ഒരു ലെവലിന് മുകളിലാണ് ഓപ്പൺ ചെയ്തത്. ബട്ട് ക്ലോസ് ചെയ്ത് ഏകദേശം ഒരു 0.41% സെൽ ഓഫിന് ശേഷമാണ്. അതുപോലെ ട്യൂസ്ഡേ നോക്കുകയാണെങ്കിൽ സെയിം സിറ്റുവേഷൻ, ഏകദേശം ഒരു മൈനർ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, ലെവൽ ബ്രേക്ക് ചെയ്തു, ബട്ട് സസ്റ്റെയിൻ ചെയ്തില്ല, വീണ്ടും സെൽ ഓഫ്.
ആൻഡ് നോക്കുകയാണെങ്കിൽ നിലവിൽ വെനസ്ഡേയും സെയിം സിറ്റുവേഷൻ നിന്ന് വെനസ്ഡേ ഏകദേശം ഒരു ഹൈ നോക്കുകയാണെങ്കിൽ ഒരു 1765 rupees വരെ പോയെങ്കിലും അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ഫ്രൈഡേ തേഴ്സ്ഡേ നോക്കുകയാണെങ്കിൽ തേഴ്സ്ഡേയും സെയിം സിറ്റുവേഷൻ ആണ്, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, ആ ലെവൽ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു, പറ്റിയില്ല. വീണ്ടും ഒരു 0.8% ഒരു ഇടിവിൽ അത് ക്ലോസ് ചെയ്തു സ്റ്റോക്ക്. ആൻഡ് ഇന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.27% ഇടിവിലാണ് ഇന്നും സ്റ്റോക്ക് ആ ഒരു ലെവലിൽ നിന്ന് 0.27% ഇടിവിലാണ് നിലവിൽ സ്റ്റോക്ക് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു ലെവൽ, അതായത് 1734 എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം നമുക്ക് ഭാരതി എയർടെൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ നിലവിൽ എപ്പോഴൊക്കെ ആ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ ആ ഒരു സെൽ ഓഫ് കഴിഞ്ഞ് ആ ഒരു ലെവലിൽ താഴെയാണ് ആ ഒരു ക്ലോസിംഗ് വരുന്നത്. സോ നിലവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഭാരതി എയർടെൽ ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിച്ചിരിക്കുന്ന ലെവൽസ് എന്ന് പറയുന്നത് 1777 ഓൾ ടൈം ഹൈ ലെവലാണ്. ആൻഡ് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ 1734 എന്ന് പറയുന്ന ലെവൽ, അതിൻ്റെ മുകളിൽ വളരെ നല്ല ക്ലീൻ സ്ട്രക്ചറോട് കൂടി ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും നല്ല മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. സോ ബട്ട് ടു ദ ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ലെവൽ എന്ന് പറയുന്നത് നല്ലൊരു 1706 എന്ന് പറയുന്ന ലെവലാണ്. നമുക്ക് 706 ബിറ്റ്വീൻ 706 ആൻഡ് 713 ഏകദേശം ഒരു നോക്കുകയാണെങ്കിൽ ഒരു 4+3 ഏകദേശം ഒരു 7.7 rupeesൻ്റെ ഒരു റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടഡ് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ആ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ടഡ് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് 1612 to 1000 ഏകദേശം ഒരു 1623 ഏകദേശം ആ ഒരു 10 rupeesൻ്റെ റേഞ്ച് നമുക്ക് ഭാരതി എയർടെൽ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഓവറോൾ ബുള്ളിഷ് ആണ്, ബട്ട് ഓൾ ടൈം ഹൈയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന രീതി വളരെ ഒരു സിക്സാക്ക് എന്നൊരു മോഡലിലാണ് ഓൾ ടൈം ഹൈയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. ആൻഡ് അത്യാവശ്യം ഒരു വീക്ക്നെസ്സും കാര്യങ്ങളും നമുക്ക് നിലവിൽ ഭാരതി എയർടെലിൽ കാണാൻ കഴിയുന്നുണ്ട്. ജാസ്മിൻ. എസ് ആനന്ദ്, ഞങ്ങൾ നേരത്തെ സംസാരിച്ച BSE ലിമിറ്റഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 14% ഒരു മുന്നേറ്റം സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. ലാസ്റ്റ് 1 year പരിശോധിക്കുന്ന സമയത്ത് ഒരു മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയിട്ടുള്ള സ്റ്റോക്ക് കൂടിയാണ് BSE എന്ന് പറയുന്നത്. അവരുടെ ഒരു ബോണസ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മീറ്റിംഗ് ഒക്കെ തന്നെ നടക്കാനിരിക്കുന്നു. അതിന് മുന്നോടിയായിട്ട് ഇന്നലെ ഒരു 6% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നും വളരെ മികച്ച ഒരു മൂവ്മെന്റ് നൽകുന്നുമുണ്ട്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഹൈ ലെവൽസിൽ ടെക്നിക്കൽ ചാർട്ട് എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ജാസ്മിൻ, BSEയിലേക്ക് നോക്കുകയാണെങ്കിൽ BSE ഏകദേശം ഒരു ഓൾ ടൈം ഹൈ ലെവൽ രേഖപ്പെടുത്തിയേക്കുന്നത് അറൗണ്ട് ഒരു 6133 rupees ആണ്. സോ അവിടെ നിന്നാണ് ആ ഒരു സെൽ ഓഫ് നടന്നിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ BSEയുടെ ഓവറോൾ അണ്ടർടോൺ വളരെയധികം ബുള്ളിഷാണ്. ആൻഡ് റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം ഒരു 6 monthൽ 42%, 1 year ഏകദേശം 114%, വളരെ ശക്തമായ റിട്ടേൺസ് ആണ് BSE വന്നേക്കുന്നത്. സോ നിലവിൽ BSEയുടെ ആ ഒരു ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിലും, അതായത് BSEയിൽ ആ ഒരു ഇന്നത്തെ നമ്മളെ പേഴ്സണൽ വൈസ് നോക്കുക, ഇന്നത്തെ ആ ഒരു 13% ആ ഒരു ബൈങ് ഒരു ഷോർട്ട് ടേമിലെ ആ ഒരു സ്ട്രക്ചറിന് ഷിഫ്റ്റ് ആയിട്ട്, അതായത് റീസെൻറ്റ് ഹൈ, ഏറ്റവും റീസെൻറ്റ് ഹൈ എന്ന് പറയുന്നത് February 21 ക്രിയേറ്റ് ചെയ്ത ഹൈ ആണ്. അതായത് നമ്മൾ ആ ഒരു ആ ഒരു പ്രൈസ് റേഞ്ചും കൂടി നോക്കുകയാണെങ്കിൽ ആ ഒരു ഹൈ എന്ന് പറയുന്നത് ഏകദേശം ഒരു 6047 rupees എന്ന് പറഞ്ഞ ഹൈ. അവിടെ നിന്നാണ് ആ ഒരു സെൽ ഓഫ് നടന്നേക്കുന്നത്. അതായത് അവിടെ നിന്ന് സെൽ ഓഫ് കൊണ്ട് അവിടെ നിന്ന് ഏകദേശം ഒരു 38% ഒരു സെൽ ഓഫ് നമുക്ക് BSE ലിമിറ്റഡിൽ കിട്ടി. എന്നിട്ടാണ് അവിടെ നിന്ന് റിക്കവറി നടന്നേക്കുന്നത്. ഓക്കെ, സോ ആ ഒരു ഷിഫ്റ്റ് 38% നിലവിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു 38% ഏകദേശം ഒരു 10% ആ ഒരു സെൽ ഓഫ് ആ 10% താഴെയാണ് നിലവിൽ ആ ഒരു ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നിലവിൽ നോക്കുമ്പോൾ BSE ലിമിറ്റഡിൽ ഇമ്പോർട്ടൻ്റ് ലെവൽസ് എന്ന് പറയുന്ന നിലവിൽ നമുക്ക് ആ ഒരു റീസെൻറ്റ് ലെവൽ തന്നെയാണ്. അതായത് 6041 5956 ആ ഒരു ഏകദേശം ഒരു 2% അല്ലെങ്കിൽ 3% ഒരു 5 to 10% ആ ഒരു റേഞ്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഓൾമോസ്റ്റ് 30% ബൈ നടന്നു. ഒരു നല്ലൊരു പുൾ ബാക്ക് കിട്ടിയിട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്കുള്ളൊരു മൊമെൻറ്റം നമുക്ക് BSE ലിമിറ്റഡിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ നിലവിൽ ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മേജർ സപ്പോർട്ടഡ് ആക്റ്റീവ് സാധ്യത ലെവൽ എന്ന് പറയുന്നത് 5101 to 5037 എന്ന് പറയുന്ന ലെവലാണ്. ആൻഡ് ആ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു സപ്പോർട്ടഡ് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള 4740 എന്ന് പറയുന്ന ലെവലാണ്. ബിക്കോസ് ഇവിടെ ആ ഒരു വളരെ ഹ്യൂജ് ഗ്യാപ്പ് നിലവിൽ BSE ലെവലിൽ ക്രിയേറ്റഡ് ആണ്. അതായത് 4740 4944 ഏകദേശം നമ്മൾ പ്രൈസ് ഒരു പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5.35% ഗ്യാപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ മോസ്റ്റ്ലി ആ ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് വളരെ ഒരു ക്ലീൻ സ്ട്രക്ചറായിട്ട് BSE ലിമിറ്റഡിൽ പോവുകയാണ്. നമുക്ക് വളരെ ഹ്യൂജ് റിട്ടേൺസ് അല്ലെങ്കിൽ ആ ഒരു ഹ്യൂജ് മൂവ്മെൻറ്റ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. ജാസ്മിൻ. ആനന്ദ്, അതോടൊപ്പം തന്നെ അവസാനമായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് നേരത്തെ സംസാരിച്ചു വെച്ച NBFC സെഗ്മെന്റിലെ സുന്ദരം ഫിനാൻസിന്റെ ടെക്നിക്കൽസ് കൂടി അറിയേണ്ടതുണ്ട്. ഇന്ന് 1.5% നേട്ടത്തിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്.
യെസ് ജാസ്മിൻ, സുന്ദരം ഫൈനാൻസ് നിലവിൽ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ ഓവറോൾ ബുള്ളിഷ് ആണ്. പക്ഷേ ഒരു എന്ത് പറയുന്ന ഒരു വളരെ വോളട്ടൈൽ ആയിട്ടുള്ളൊരു ചാർട്ടാണ് കാണുന്നത്. അതായത് ഒരു വീക്കിൻ്റെ റേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഐ തിങ്ക് ഒരു അവറേജ് വീക്കിൽ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം നോക്കുകയാണെങ്കിൽ 10% ഒരു വീക്ക്ലി റേഞ്ച് ഒക്കെ സുന്ദരം ഫൈനാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓൺ ദ റിട്ടേൺ സൈഡ് 10% റേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്ന സുന്ദരം ഫൈനാൻസ് റിട്ടേൺ സൈഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം 2%, 2.28% റിട്ടേൺസ് തരുന്നുള്ളൂ. അതായത് ഒരു വീക്കിൽ ഏകദേശം 10% മൂവ്മെൻറ്റ് ആ ഒരു സ്റ്റോക്ക് നടത്തുന്നുണ്ട്. പക്ഷേ റിട്ടേൺസ് വൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 2%, 3% മൂവ്മെൻറ്റ്. സോ വളരെയധികം വോളട്ടൈൽ ആയിട്ടുള്ള വീക്ക്ലി ബേസിസിൽ വളരെയധികം ഹൈലി വോളട്ടൈൽ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് സുന്ദരം ഫൈനാൻസ് ലിമിറ്റഡ്. നമുക്കിപ്പം ഓക്കെ, സോ ഇന്നലത്തെ ഒരു ഡേറ്റ നോക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം ഇന്നലെ തന്നെ ഏകദേശം 6.74% ഇടിവ് സുന്ദരം ഫൈനാൻസ് രേഖപ്പെടുത്തി. ഇന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 1.65%. ആൻഡ് ലാസ്റ്റ് വീക്കിലെ റിട്ടേൺസ് എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 6.36%. ആൻഡ് ഈ വീക്കിൽ നിലവിൽ 6.91% ഒരു നെഗറ്റീവ് റിട്ടേൺസ് ആണ് ഈ ഒരു വീക്ക് വന്നേക്കുന്നത്. സോ ഹൈലി വോളട്ടൈൽ ആയിട്ടുള്ള സ്റ്റോക്കാണ്. നമുക്കിതിൽ എന്ത് പറയുന്ന ഒരു ഗെയിൻസ് കിട്ടുകയാണെങ്കിൽ തന്നെ വളരെ സ്ലോ ഗെയിൻസ് ആയിട്ട് പോകുന്ന ഒരു സ്റ്റോക്കാണ് സുന്ദരം ഫൈനാൻസ്. ആൻഡ് നിലവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് നിലവിൽ 4,957 to 4,995 എന്ന ലെവലാണ് ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. ആൻഡ് ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് സുന്ദരം ഫൈനാൻസിൽ കാണാൻ സാധിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് 3,633 779 എന്ന് പറയുന്ന റേഞ്ചാണ് ജാസ്മിൻ. യെസ്, താങ്ക് യു സോ മച്ച് ആനന്ദ്. ഏതായാലും ഒരുപാട് സ്റ്റോക്സിന്റെ ടെക്നിക്കൽ ഔട്ട്ലുക്ക് ഒക്കെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാർ, നമ്മുടെ സമയപരിമിതി മൂലം ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഓപ്പണിംഗ് അവേഴ്സിന്റെ പുതിയൊരു സെഷനുമായിട്ട് ഞങ്ങൾ വീണ്ടും ചൊവ്വാഴ്ചയായിരിക്കും നിങ്ങളിലേക്ക് എത്തുക. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പുതിയ പ്രോഗ്രാമിന് കിട്ടുന്ന കമൻസ് എന്ന് പറയുന്നത് വളരെ വെൽക്കമിങ് തന്നെയാണ്. നിങ്ങൾ ഒരുപാട് ക്വയറീസ് വരുന്നുണ്ട് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും അതോടൊപ്പം തന്നെ സ്റ്റോക്കിന്റെ ടെക്നിക്കൽ ലെവൽസും ഒക്കെ തന്നെ അറിയാനായിട്ട്. നമ്മുടെ ഓപ്പണിംഗ് അവേഴ്സിന്റെ എല്ലാ എപ്പിസോഡ്സും യൂട്യൂബിൽ മൈഫിൻ പോയിന്റിന്റെ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കൂടുതൽ കാര്യങ്ങൾ രേഖപ്പെടുത്താം. അതിന്റെ ഡിസ്കഷനുമായിട്ട് നമ്മൾ ഇനി അടുത്ത ചൊവ്വാഴ്ച വീണ്ടും കാണുന്നതായിരിക്കും. ഏതായാലും മൈഫിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും മാർക്കറ്റ് ഡീറ്റെയിൽസിനുമായിട്ട് സ്റ്റേ ട്യൂൺ.